കർത്താവിന് സ്തോത്രം. परमेश्वर को धन्यवाद. ചുരുങ്ങിയ നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം പിന്നെയും നമ്മൾ കേൾക്കാൻ പോവുകയാണ്. कुछ समय हम परमेश्वर के वचन से सुनने जा रहे हैं. ഈ വർഷത്തിന്റെ ആദ്യത്തെ സൺഡേ ആണല്ലോ. इस साल का पहला रविवार है. ചില ദൂതുകൾ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. कुछ भविष्यवाणी परमेश्वर की आत्मा ने जो दी आपके साथ बांटना चाहूंगा. ചർച്ചിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. कलीसिया के ऊपर परमेश्वर की जो योजना पिछले दिनों हम सुने. ഇന്നലെ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു. कल रात को परमेश्वर की आत्मा ने हमसे बात किया റീബിൽഡ് ചെയ്യുവാൻ, कि फिर से बनाने के लिए. आमीन. ഒരു കൂട്ടത്തെ റൈസ് അപ്പ് ചെയ്യുവാൻ, എഴുന്നേൽപ്പിക്കുവാൻ, एक झुंड को उठाने के लिए, റിപ്പയർ ചെയ്യുവാൻ, एक झुंड को रिपेयर करने के लिए, റീസ്റ്റോർ ചെയ്യുവാൻ उसको फिर से स्थापित ഈ करने വർഷം के लिए നമുക്ക് നൽകിയിരിക്കുകയാണ്. ये साल हमें दिया है. കഴിഞ്ഞ വർഷങ്ങളിൽ നാം പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്ന വർഷമാണ്. पिछले साल जो हमने प्रार्थना किया उसका फल हम लेने वाले साल है. ഫലം നമ്മൾ നിശ്ചയമായിട്ട് കാണും. फल हम निश्चित तौर पे देखेंगे. കഴിഞ്ഞ ഒരു ദിവസം പരിശുദ്ധാത്മാവ് നമ്മുടെ ചർച്ചിൽ പറഞ്ഞ ആ വചനം നിങ്ങൾ മറക്കരുത്. पिछले 3 दिन पवित्र आत्मा जो कलीसिया में कहा वचन हमें भूलना नहीं है. മോർണിംഗ് ഡ്യൂവിനാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. कि मॉर्निंग ड्यू में वो कहा मुझे लगता है. ഫലത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ പിടിച്ച് നമ്മൾ തോട്ടത്തിൽ നിന്ന് പുറത്താക്കണം. कि जो फल को नाश करने वाले जो लोमड़ियों को पकड़ के खेत से पकड़ के उसको बाहर करना ഈ है. 2023 ഫലം ഉറപ്പാണ് പ്രിയമുള്ളവരെ. आमीन. ये 2023 है, फल पक्का है. ഞാൻ ആത്മമണ്ഡലത്തിൽ തോട്ടം പൂക്കുന്നത് ഞാൻ കാണുകയാണ്. मैं आत्ममंडल में जो भारी है उसमें फूलों को देख रहे हैं. പുഷ്പങ്ങൾ കാണുന്നെങ്കിൽ അതിന്റെ അർത്ഥം अगर फूल देख रहे उसका अर्थ है നാളെ ഒരു ഫലമുണ്ടെന്ന്. आमीन आमीन आमीन. कल एक फल होगा. ആ മോർണിംഗ് ഡ്യൂ പ്രേയറിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. वो मॉर्निंग ड्यू में इस प्रकार कहा. ഒരു കർഷകൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് एक जो किसान सबसे ज्यादा जो संघर्ष करता है, നാളുകളായി നട്ട് വെള്ളമൊഴിച്ച ആ ചെടിയിൽ ഒരു പൂ കാണുമ്പോഴാണ്. कि वो जो सालों समय से वो जो पानी डाल रहा हो उस सीड में जब एक फूल आता है. പൂ അല്ല അവന്റെ ലക്ഷ്യം, फूल नहीं है उसका लक्ष्य. അവന്റെ ലക്ഷ്യം ഫലമാണ്. उसका लक्ष्य जो है फल है. പക്ഷെ പൂ കാണുമ്പോൾ അവനൊരു കാര്യം ഉറപ്പായി. लेकिन जब फूल देखते हैं तो उसे एक चीज पक्का ഈ हो जाता है. ചെടിക്ക് ഫലം കൊണ്ടുവരുവാനുള്ള പ്രാപ്തിയുണ്ട്. आमीन. इस पौधे को फल लाने का क्षमता है. പൂ അല്ല അവന്റെ ലക്ഷ്യം, फूल नहीं है उसका लक्ष्य. അവന്റെ ലക്ഷ്യം ഫലമാണ്. उसका लक्ष्य फल है. പക്ഷെ പൂക്കൾ തെളിവ് നൽകുകയാണ്. लेकिन फूल जो है उसको सबूत देता ഈ है. ചെടി ഇൻഫർട്ടൈൽ അല്ല. ये जो ഈ पौधा जो है പൗധാ ബാഞ്ച് നഹി ഹൈ. Amen. ഹല്ലേലൂയ. ഈ ചെടി മച്ചിയല്ല, അല്ലെങ്കിൽ ഇൻഫർട്ടൈൽ അല്ല. ये जो पौधा है वो बांझ नहीं है. നിങ്ങൾക്കറിയുമോ ചില ചെടികൾ വർഷങ്ങൾ കഴിഞ്ഞാലും പൂക്കത്തില്ല. आपको पता है कुछ पौधे सालों के बाद भी फूल नहीं देता है. കൃഷി ചെയ്തവന് വലിയ സങ്കടമാ. जो किसान को बहुत दुख होता है ഫലം വരത്തില്ല. क्योंकि फल नहीं आ रहा है. ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ കാണുകയാണ്. आत्मिक मंडल में आज मैं देख रहा हूँ. നമ്മുടെ തോട്ടം പൂത്തിരിക്കുക. आमीन आमीन आमीन. हमारी भारी पूरा फूल से भरा തോട്ടം है. പൂത്തിരിക്കുക. हमारे भारी में फूल आया അതിന്റെ है. അർത്ഥം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഫലം കിട്ടുമെന്ന്. उसका अर्थ है आने वाले समय हमें फल मिलेगा. ഫലത്തെ കാക്കണം കേട്ടോ. लेकिन हमें समय को संभालना है. ഫലത്തെ കാക്കണം. समय को संभालना है. ഹല്ലേലൂയ. കൃഷി ജോലി ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ജോലികളുണ്ട്. कि खेती में बहुत अलग अलग प्रकार का काम है. വിതയ്ക്കുന്ന ജോലിയുണ്ട്, വിത്ത് വിതയ്ക്കുന്ന ജോലി. बोने का काम है. ആ വിത്ത് വളരുവാൻ തക്കമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന നനയ്ക്കുന്ന ജോലിയുണ്ട്. वो बीज को उगने के लिए उसको गिल्ला करने का काम. നടുകയും നനയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രയോഗം തന്നെ വേദപുസ്തകത്തിലുണ്ടല്ലോ. कि वचन में बोलते हैं बोना और पानी डालना. ചിലർ വിതയ്ക്കുന്നു, ചിലർ നനയ്ക്കുന്നു. कुछ लोग बोता है, कुछ लोग पानी डालता है. അതുകൊണ്ട് തീർന്നില്ല. लेकिन उससे भी काम नहीं होता है. തോട്ടത്തിലുള്ള മറ്റൊരു ജോലിയാണ് कि बारी का दूसरा एक काम है. ഉത്തമഗീതത്തിന്റെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞാൽ उत्तम सॉन्ग्स ऑफ सॉन्ग्स से अगर कहेंगे മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ പിടിച്ചു കെട്ടുക. कि जो बारी को जो खराब करने वाले जो फ्रॉक्स को जो लोमड़ियों को जो है उसको पकड़ना है. തോട്ടത്തിന്റെ അകത്ത് ചെറുകുറുക്കന്മാർ അവ ഫലത്തെ തിന്നുകളയും. जो लोमड़िया जो है फलों को खा जाता है. ഫലത്തെ ആക്രമിക്കും അവർ. फलों को आक्रमण करता है. ചെറുകുറുക്കന്മാർക്ക് എപ്പോഴും ഇഷ്ടം എന്താണെന്നറിയാമോ? ये लोमड़ी हमेशा क्या चाहता है? വിടർന്നു വരുന്ന ആ മൊട്ടുകൾ, ആ ചെറിയ ഫലമായില്ല, ആ പരുവത്തിൽ ഇതിനെ തിന്നുക എന്നുള്ളതാണ്
ഈ ചെറുകുറുക്കന്മാരുടെ ലക്ഷ്യം. ये जो छोटे लोमड़ियों का लक्ष्य क्या है? वो जो फल पूरी तरह से पका नहीं, जिससे छोटा आता है उसको कहा जाए. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് മറന്നു പോകരുത്. നമ്മള് आपको ये भूलना नहीं है. സാത്താൻ നിങ്ങളെ എപ്പോഴാ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? सातान आपको कभी टारगेट നിങ്ങൾ സ്റ്റേജിൽ വന്ന ശേഷമല്ല, आप स्टेज में आने की बात नहीं. നിങ്ങൾ വിടരാൻ തുടങ്ങുമ്പോഴേ നിങ്ങളെ നോട്ടം വിടും. आप जैसे फूलना तैयार होते आप ഇവിടെ വന്നിട്ടല്ല, इधर आने की बात नहीं. അവിടെ ഇരിക്കുമ്പോഴേ സാത്താൻ പറയും നാളെ ഇവൻ വിടരാനുള്ളതാ. कि जब वहां बैठते तभी बोलते कल इसे खिलना है. വിടരാൻ സമ്മതിക്കരുത്. इसे खिलने नहीं देना है. കാരണം എന്താണെന്നറിയാം? വിടർന്നു കഴിഞ്ഞാൽ കൂടുതൽ സംരക്ഷണം കിട്ടും. क्योंकि खिलने के बाद ज्यादा प्रोटेक्शन मिलेगा. വിടരുന്നതിന് മുമ്പ് തന്നെ ഇല്ലായ്മ ചെയ്യണമെന്ന പിശാചിന്റെ ഇഷ്ടം. शैतान ये चाहता है कि फूलने से पहले नाश कर दे. ആത്മിക ഗോളത്തിൽ आत्मिक मंडल में കർത്താവ് ഉപയോഗിക്കേണ്ട അനേകർ വിടരുന്നതിന് മുമ്പ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. आत्मिक मंडल में परमेश्वर इस्तेमाल करने वाले बहुत सारे लोग फूलने से पहले खराब हो ദൈവം गए. വലിയ പദ്ധതി വെച്ചവരാ. परमेश्वर ऊपर बहुत योजना വലിയ रखा. വാഗ്ദത്തം അവർക്കുണ്ടായിരുന്നു. उनको बहुत वादे थे. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാ, मैं हमेशा कहता हूँ, വാഗ്ദത്തം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുമ്പോൾ जब वादा परमेश्वर की आत्मा आपसे कहता നിങ്ങൾ है, മാത്രമല്ല ആ വാഗ്ദത്തം കേട്ടത്, केवल आप ही नहीं हो जो वादा सुना, അപ്പുറത്ത് നിന്ന് സാത്താനും ആ വാഗ്ദത്തം കുറിച്ചെടുത്തിട്ടുണ്ട്. कि वहाँ सातान भी सुन के उस वादे को लिख के लिया. സാത്താൻ പറയും ഇവനെ മുന്നോട്ട് പോകാൻ സമ്മതിക്കരുത്. सातान कहते इसे आगे जाने नहीं देना है. കാരണം എന്താ? कारण क्या है? നാളെ ഇവൻ ഫലം പുറപ്പെടുവിക്കേണ്ടവനാ. कल ये फल लाने वाला അതുകൊണ്ട് है. ഇവനെ നേരത്തെ നശിപ്പിക്കണം. उसको इसे पहले नाश करना है. ദൈവമക്കളെ, വിടരുന്നതിന് മുമ്പ് കൊഴിഞ്ഞു പോയ ഒത്തിരി അഭിഷക്തന്മാരുണ്ട്. कि खिलने से पहले मुरझा जाने वाले बहुत सारे अभिषिक्त लोग हैं. ഹല്ലേലൂയ. നമുക്ക് ആ പരാജയം സംഭവിക്കരുത്. हमें वो पराजय नहीं होना है. നമ്മളെ കാട്ടിലും നല്ലവരായിരുന്നു അവര് കേട്ടോ. वो हमसे भी अच्छे थे. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചെറുകുറക്കന്മാരെ പിടിച്ചു കെട്ടുക. इसके लिए बहुत खास काम है कि छोटे लोमड़ियों को पकड़ के बांधना. സഭയ്ക്കകത്ത് ആത്മയുദ്ധം ചെയ്യുന്ന ദൈവമക്കൾ ഉണ്ടാകണം. कि कलीसिया के अंदर आत्मिक युद्ध करने वाले लोग होना ശത്രുവിന്റെ चाहिए. പദ്ധതികളെ മനസ്സിലാക്കി അതിനെ ബന്ധിക്കുന്ന ദൈവമക്കൾ സഭയ്ക്കകത്ത് ഉണ്ടാകണം. शत्रु की योजना को समझ के उसको बांधने वाला परमेश्वर के പിശാചിന്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ബന്ധിക്കുന്ന ദൈവമക്കൾ. शैतान का चाल क्या है जान के उसे बांधने वाले. അത് മാത്രമല്ല തോട്ടത്തിലുള്ളത്, वही नहीं है कि जो बारी में होता है, ഫലത്തെ കാക്കുന്നവരുണ്ടാകണം. कि बारी में जो फलों को प्रोटेक्ट करने वाले ഈ होना चाहिए. ഉത്തമഗീതത്തിന്റെ 8-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ सॉन्ग्स ऑफ सॉन्ग की 8 की अंतिम की आयत इस प्रकार कहता है. ഇങ്ങനെയാണ് ശുലേം കരുത്തി പറയുന്നത്. इस प्रकार वो कहती है, അവള് പറയുകയാണ്, वो कहती है, ശലോമോനെ, നിനക്ക് 1000 പണം, ഹല്ലേലൂയ, 1000 चांदी का सिक्का तुझे देगा. सुलेमान तुझे 1000 चांदी का सिक्का देगा. നിനക്ക് 1000 പണം നിനക്കിരിക്കട്ടെ. कि 1000 चांदी का सिक्का तुझे देता അതെന്താ हूं. കാരണം? उसका कारण क्या है? തോട്ടം അവന്റേതാ. कि बारी उसका है. തോട്ടത്തിന്റെ മുതലാളിക്ക് കിട്ടേണ്ടത് കിട്ടണം അല്ലേ? कि जो खेत की जो मालिक को मिलना उसे मिलना है. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, इसके अगले आयत में कहता है, തോട്ടത്തിലെ ഫലത്തെ കാക്കുന്നവരെ, और जो भारी के जो फलों को जो संभालता है, നിങ്ങൾക്ക് 200 പണം ഇരിക്കട്ടെ. तुझे 200 चांदी के सिक्के. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയാ, जो पढ़ा तो मुझे जो लगा वो कहता ഫലത്തെ കാക്കുന്നവർക്കും കൂലിയുണ്ട് കേട്ടോ. आमेन आमेन. जो आमेन. फलों को संभालते हैं उन्हें भी സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് मिलता है. മാത്രമല്ല പ്രതിഫലം, जो स्टेज में रुकते उन्हें ही नहीं प्रतिफल. പ്രാർത്ഥനയിൽ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് കൂടി പ്രൊട്ടക്ഷൻ ഒരുക്കുന്നവർക്കും കൂലിയുണ്ടെന്ന്. जो प्रार्थना में स्टेज में जो प्रोटेक्ट करते हैं उनको भी रोज प्रतिफल मिलता है. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. एक क्षण जरा प्रार्थना करें. താങ്ക് യു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. हर एक जन प्रार्थना करें. അശകബന രഗദൽ കടഗശന്തുന രഗദൽ കടഗശന്തനെ. ഹല്ലേലൂയ. हालेलुया. വിതയ്ക്കുന്നവന് കൂലിയുണ്ട്, जो बोता है उसको फल मिलता है. നടുന്നവന് നനയ്ക്കുന്നവന് കൂലിയുണ്ട്. जो जो पानी डालते हैं उसे भी प्रतिफल मिलता है. ചെറുകുറുക്കന്മാരെ പിടിക്കുന്നവർക്ക് കൂലിയുണ്ട്, जो लोमड़ी को पकड़ते हैं उससे भी प्रतिफल ഫലത്തെ मिलता है. കാക്കുന്നവന് കൂലിയുണ്ട്. जो फलों को संभालते हैं उससे भी मिलता ഇവർക്കെല്ലാം है. കൂലിയുണ്ട് കേട്ടോ. इन सबको प्रतिफल मिलता ഇവർക്കെല്ലാം है. കൂലിയുണ്ട്. इन सबको प्रतिफल പക്ഷെ है. എനിക്ക് തോന്നുന്നു ചെറുകുറുക്കന്മാരെ പിടിക്കുന്നവർക്കായിരിക്കും കൂലി കൂടുതലെന്ന്. मुझे इस प्रकार लगता है जो लोमड़ी को पकड़ते उसको प्रतिफल ज्यादा है. നമ്മൾ കൃഷിയിടത്തിൽ ആളുകളെ പണിയാൻ വിളിക്കുമ്പോൾ जब हम खेती में लोगों को काम के लिए അവര് बुलाता है, പണിയുടെ റിസ്ക് അനുസരിച്ചാ കൂലി വാങ്ങിക്കുന്നതല്ലേ. वो काम का रिस्क के हिसाब से वो वेतन അപ്പൊ लेता നമ്മൾ है. കൂലിക്കാരെ വിളിക്കുക. हम जब लोगों को बुलाते എന്തിനാ हैं, വിളിച്ചത്? क्यों बुलाया? നനയ്ക്കാനാ.
कि बोने के പുള്ളി പറയും, ഇത്രയും പൈസ മതി. तो बोले इतना पैसा बस. അവൻ ചോദിച്ചു, എന്തിനാ വിളിക്കുന്നത്? उसने बोला क्यों बुला रहे നമ്മൾ हैं? പറഞ്ഞു, ചെറുകുറുക്കന്മാരെ പിടിക്കാനാ. हमने बोला लोमड़ी को पकड़ना അതിന് है. ഈ കൂലിയൊന്നും പോരാ. बोले ये ऐसे नहीं കുറുക്കന്റെ होगा, കടി കിട്ടും. वो लोमड़ी काटेगा. ചിലപ്പോ ബുദ്ധിമുട്ടുള്ള പണിയാണ്. ये थोड़ा बहुत दिक्कत की काम है. എല്ലാത്തിനും കൂലിയുണ്ട് കേട്ടോ. हर एक का प्रतिफल है. റിസ്കി ആയിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ अगर तू रिस्की सेवकाई करता है, അതിനനുസരിച്ചുള്ള കൂലി നിനക്ക് കിട്ടുമെന്ന്. उस हिसाब से तेरे को प्रतिफल मिलेगा. 2023 ഹാർവെസ്റ്റിന്റെ വർഷമാണെങ്കിൽ 2023 अगर हार्वेस्ट का समय എല്ലാ है तो മേഖലയിലും ദൈവം നമുക്ക് കൊയ്ത്തു തരുന്ന വർഷമാണ്. हर मंडल में परमेश्वर हमें कटनी देगा. ഹല്ലേലൂയ. हालेलुया. 2023 എല്ലാ മേഖലയിലും കൊയ്ത്തു തരുന്ന വർഷം. कि 2023 में हर मंडल में कटनी देगा. മലയിൽ നിന്നുള്ള തേന്, जो पहाड़ से जो मध, താഴ്വരയിൽ നിന്നുള്ള പാല്, तराई से जो दूध, മുന്തിരിത്തോട്ടത്തിൽ നിന്നുള്ള വീഞ്ഞ്, दाख की बारी से जो दाकरस. ഹല്ലേലൂയ. ചക്മക്കി ചട്ടാൻ എന്നാ പറഞ്ഞ തീക്കൽ പാറയിൽ നിന്നുള്ള ഓയിൽ. ഹല്ലേലൂയ. चमक चट्टान से जो तेल. തീക്കൽ പാറയിൽ നിന്ന് ഓയിൽ ഉണ്ടെന്നാ കേട്ടോ. वो कहते हैं कि चमक चट्टान से जो है तेल निकलता है. വേദപുസ്തകം പറയുന്നത്, वचन कहता है പഴയ നിയമത്തിൽ പിളർക്കപ്പെട്ട ഒരു പാറയുണ്ട്. कि बोलते कि पुराने नियम में टूटा हुआ एक ആ चट्टान പാറ है, യേശു ക്രിസ്തുവായിരുന്നു. वो यीशु मसीह था. ആ പാറയെ വിളിച്ച പേരാ തീക്കൽ പാറ. उस चट्टान को बुलाया है चमकता ആ चट्टान. പാറയിൽ നിന്ന് ഒഴുകുന്ന ഒരു തൈല്യ നദിയുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. उस चट्टान से बहने वाला एक तेल है करके वचन कहता है. तेल का नदी है करके वचन कहते हैं. തൈല്യ നദി, एक तेल का नदी. തൈല്യ നദിയാണ് നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന അഭിഷേകം. वो नदी है जो हमारे ऊपर आने वाला अभिषेक. തീക്കൽ പാറയിൽ നിന്നുള്ള അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങുമെന്ന്. वो चमकने वाला चट्टान से जो अभिषेक हमारे ऊपर आएगा. കർത്താവിനെ സ്തുതിച്ചാട്ടെ. परमेश्वर को धन्यवाद दे. അപ്പൊ എല്ലാ മേഖലയിലും വലിയ കൊയ്ത്തിന്റെ വർഷമാണ് 2023. कि हर मंडल में एक बहुत बड़ी कटनी का समय 2023. അപ്പൊ കൊയ്യുന്നവർക്ക് മാത്രമല്ല കൂലി, तो जो कटनी करने वाले उसी को ही नहीं. തോട്ടത്തിൽ ഒത്തിരി പണിയുണ്ട്. ये भारी बहुत सारे काम നിങ്ങളെ है. ഏൽപ്പിച്ച ഭാഗം നിങ്ങൾ ചെയ്യണം. आपको जो सौंपा वो काम आप करो. ഏൽപ്പിച്ച ശുശ്രൂഷ നിങ്ങൾ ചെയ്യണം. आपको जो सेवकाई दिया आप करो. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ദൂതുകൾ ഇന്ന് പകൽക്കാലം പറയേണ്ടത് ആവശ്യമാണ്. बहुत खास एक दो भविष्यवाणी आज आपसे कहना है. ശുശ്രൂഷ നമ്മുടെ നടുവിലുണ്ട്. और प्रभु भोज का सेवकाई भी हमारे बीच है. ലേറ്റ് ആയിട്ടാണല്ലോ തുടങ്ങിയത്, അതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നത് അല്പം ലേറ്റ് ആയിട്ടാണ്. हमने लेट शुरू किया तो वाइंड अप भी लेट करेंगे. വളരെ അത്യാവശ്യമായിട്ട് പറയേണ്ട ചില ദൂതുകൾ, कि बहुत ही खास कहने वाली कुछ वाणियां. ഉപവാസ പ്രാർത്ഥനയുടെ ഫൈനൽ സെക്ഷനും കൂടിയാണ്. और वही नहीं, उपवास प्रार्थना का अंतिम दिन भी है. ആത്മയുദ്ധത്തിന്റെ ഹല്ലേലൂയ 7ാമത്തെ ദിവസമാണ്. आत्मिक युद्ध की 7वां दिन है. അത് സംബന്ധിച്ച് ചില ദൂതുകൾ പറയേണ്ടത് ആവശ്യമാണ്. उसके हिसाब से कुछ वाणी भी देना है. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ ഓടിച്ചങ്ങ് പോവുകയാണ്. इसकी मैं जल्द से जल्द कहना चाहूंगा. ഹല്ലേലൂയ. സഭയോടുള്ള ദൈവാത്മാവ് ഇന്നലെ നൽകിയ വാഗ്ദത്ത വചനവുമായി ബന്ധപ്പെട്ട ഒരു വചനം കൊണ്ട് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. जो कलीसिया के लिए परमेश्वर की आत्मा ने कल जो दी उसके साथ और एक वचन पढ़ना ലേവ്യ चाहूंगा. പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നാണ്. लेविटिकस 25. ലേവ്യ പുസ്തകം 25-ാം അധ്യായം लेविटिकस 25 അതിന്റെ 19ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. उसका 19वां आयत जरा पढ़िए. വായിക്കുന്നവർ മൈക്രോഫോൺ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് മക്കളെ. ഹല്ലേലൂയ. കോർഡ്ലെസ് മൈക്ക് കൊണ്ട് കൊടുത്താട്ടെ. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 25-ന്റെ 19ാമത്തെ വാക്യം. എല്ലാവരും പറഞ്ഞാട്ടെ, ഭൂമി അതിന്റെ ഫലം തരും. सभी लोग के पृथ्वी उसका फल देगा. सब लोग कहो ना, ഭൂമി അതിന്റെ ഫലം തരും. पृथ्वी उसका फल देगा. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നലെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചത് ഇതാണ്. और कल पवित्र आत्मा यही हमसे कहा, the land, and we are going to have the yield of the land. hallelujah. पृथ्वी उसका फल देगा. ഒരു ഫലം കിട്ടുന്ന വർഷമാണ് 2023. एक फल मिलने वाला साल है ഭൂമി 2023. അതിന്റെ ഫലം തരും. पृथ्वी उसका फल देगा. ഫലത്തെ നശിപ്പിക്കുന്ന ചെറുകൂർക്കന്മാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പിടിച്ചു കെട്ടിയെങ്കിൽ, अगर फल को नाश करने वाले छोटे लोमड़ियों को पिछले दिनों में अगर तुमने बांधा है तो, തയ്യാറായാൽ, अगर आपने उसको प्रोटेक्ट किया है तो ഹല്ലേലൂയ, നിശ്ചയമായിട്ടും ഫലം നമ്മൾ കാണാൻ പോവുകയാണ്. तो निश्चित तौर पे फल हम देखेंगे. എവിടൊക്കെ ഫലം നമ്മൾ കാണും? कहाँ फल हम മുമ്പേ देखेंगे? പറഞ്ഞ എല്ലാ മേഖലയിലും കാണും. अब मुंह खोल के बोलो, हर मंडल में ഭൂമി देखेंगे അതിന്റെ ഫലം നൽകും. വായിച്ചാട്ടെ. कि पृथ्वी उसका फल देगा. നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. ആമേൻ. आप पेट भर के खाओगे और उसमें निर्भर रहोगे. ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. यह एक सवाल है. ഇങ്ങനെ ഒരു ദൂത്
ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ऐसे एक वाणी जो पवित्र आत्मा कहता है, തിരിച്ചൊരു ചോദ്യം ഉണ്ടാകുക. उससे एक सवाल पूछता है, ഇതെങ്ങനാ സംഭവിക്കുന്നത്? ये कैसे होने वाला है? നമ്മളോടൊക്കെ ദൈവത്തിന്റെ ദൂതുകൾ നമ്മൾ കേൾക്കുമ്പോൾ हम सबसे जो परमेश्वर की वाणी हम जब ഈ सुनते വർഷം हैं, കൊയ്ത്തിന്റെ വർഷമാണെന്ന്, ये साल जो कटनी की ഇത് साल है, ഹാർവസ്റ്റിന്റെ വർഷമാണെന്ന്, ये हार्वेस्ट का समय എല്ലാ है, മേഖലകളിലും നമ്മൾ ആ ഈൽഡ് ആ ഫലം എടുക്കുന്ന വർഷമാണെന്ന് हर मंडल में हम वो फल को लेने वाला दिन നമ്മൾ है. കേൾക്കുമ്പോൾ हमें जब सुनता है, ചോദ്യമുണ്ടാകാം, എങ്ങനെ കർത്താവ് ഇത് നടക്കാൻ പോകുന്നത്? हम सवाल पूछ सकते हैं कि സഭ परमेश्वर ഇന്ന് कैसे വരെ होने वाला है? നടന്നതുപോലെ നടന്നാ മതിയോ? आज जैसे चल रहे वैसे चलना है എന്താ क्या? കർത്താവ് ഞങ്ങൾ ചെയ്യേണ്ടത്? हमें क्या करना है? കഴിഞ്ഞ നാളുകളിൽ ഇല്ലാത്ത ആ ഹാർവസ്റ്റ് എന്തുകൊണ്ട് അടുത്ത വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്നു? जो पिछले समय नहीं हुआ, ऐसी कटनी अगले ये साल क्यों होगा? ഇതിന് ഒത്തിരി കാരണമുണ്ട് കേട്ടോ. इसके बहुत सारे कारण हैं. എല്ലാ ഹാർവസ്റ്റിനും ഒരു സീസൺ ഉണ്ട്. हर एक कटनी का एक समय है. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു സീസൺ ദൈവം തുറക്കാൻ പോവുകയാണ്. आमीन आमीन. परमेश्वर का एक समय आप परमेश्वर खोलने वाला ഒരു है. ലംബ സീസൺ ദൈവം തുറക്കാൻ एक പോവുകയാണ്. सीजन परमेश्वर खोलने वाला है. നമ്മൾ ആ സീസൺ മിസ്സായി കഴിഞ്ഞാൽ अगर उस सीजन को अगर हम मिस അടുത്ത करेंगे, സീസൺ വരാൻ നമ്മൾ ഒത്തിരി കാത്തിരിക്കേണ്ടി വരും. अगला सीजन के लिए हमें बहुत इंतजार करना होगा. Never miss your season. आपका Hallelujah. सीजन कभी मिस नहीं करना है. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, बाजू में जो बैठे उसको हाथ देख के बोलो, നിങ്ങളുടെ സീസൺ നിങ്ങൾ മിസ് ചെയ്യരുത്. आपका सीजन आपको मिस ഈ नहीं करना है. സീസൺ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ये जो सीजन है आपको नष्ट नहीं करना है. Hallelujah. हालेलुया. എല്ലാത്തിനും ഒരു സീസൺ ഉണ്ട്. हर एक का एक सीजन है. പ്രധാനദാസൻ ബ്ലസൻ ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞു, परमेश्वर के दास ब्लसन ने जब वचन देते समय कहा കാലഘട്ടം അറിഞ്ഞ് വിത്ത് വിതയ്ക്കണമെന്ന്. कि समय को परख के हमें बीज बोना है. ഹല്ലേലൂയ. കാലഘട്ടം അറിയാന്ന് പറഞ്ഞാൽ എന്താ? कि समय को समझ യേശു करके കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാലത്തെ വിവേചിക്കണമെന്ന്. यीशु मसीह ने बोला तुम जो समय को परखना നിങ്ങൾ है, വിവേചിക്കണം, നിങ്ങൾ ഡിസൈൻ ചെയ്യണം. आपको परखना है. ഏത് സീസണാ ഇപ്പൊ നടക്കുന്നതെന്ന്. अभी कौन सा मौसम है? ഇപ്പൊ വിതയ്ക്കുകയാണെങ്കിൽ अगर अभी बोना है तो ഏത് വിത്തിന്റെ സീസണാണ്? कौन सा बीज का ഇപ്പൊ मौसम है? കൊയ്യുകയാണെങ്കിൽ अगर कटनी है तो ഏത് ഫലത്തിന്റെ സീസണാണ്? कौन सा फल का मौसम എല്ലാ है? ഫലവും എല്ലാ സീസണിലും കിട്ടുകയില്ല. हर फल हर मौसम में नहीं मिलेगा. ഹല്ലേലൂയ. സീസൺ അറിഞ്ഞ് നാം കൊയ്യാൻ തുടങ്ങണം. कि मौसम समझ के हमें काटना है. 2023 കൊയ്ത്തിന്റെ വർഷമാണെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞെങ്കിൽ पवित्र आत्मा का कहा कि 2023 कटनी का समय ദൈവത്തിന്റെ है. ആത്മാവ് നമ്മളെ മനസ്സിലാക്കുന്നത് परमेश्वर की आत्मा हमसे ഒരു कहता है കൊയ്ത്തിന്റെ സീസൺ വന്നിരിക്കുന്നെന്നാ. एक कटनी का समय आया है. ഒരു കൊയ്ത്ത് കാലം വന്നിരിക്കുന്നു. एक कटनी के लिए आया ആ है. പാട്ടിൽ അങ്ങനെ പാടത്തില്ലേ? वो गीत में इस प्रकार गाता है, കൊയ്ത്ത് കാല സമയമല്ലോ, कटनी का समय है. ഇത് കൊയ്ത്ത് കാലത്തിന്റെ സമയമാണ്. एक कटनी का समय है. ആമേൻ. ഹല്ലേലൂയ. ഒരു അന്ത്യകാല അഭിഷേകം പ്രാപിച്ച് കൊയ്യേണ്ട സമയമാണിത്. ये अंतिम समय का अभिषेक को प्राप्त करके कटने का समय है. എന്തുകൊണ്ടാണ് ഇതൊരു കൊയ്ത്തിന്റെ സീസൺ ആകുന്നത്? क्यों एक कटनी का समय उस मौसम ഒരു है? വിശ്വാസം പറയാം, ये विश्वास कहता हूँ, നമ്മുടെ പിതാക്കന്മാരെക്കാൾ അധികമായി നാം കർത്താവിന്റെ വരവിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. हमारे पिताओं से भी पूर्वजों से भी काफी फासला कम है अभी परमेश्वर का आना. വരവ് കൂടുതൽ അടുക്കുമ്പോൾ उसका जब आना और कम हो रहे तो ഹല്ലേലൂയ, അന്ത്യകാല സഭ കൂടുതൽ കൊയ്യുന്ന സമയമാണ്. अंतिम समय के कलीसिया ज्यादा काटने का समय है. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെക്കാൾ അധികമായി तो ऐसा तो ये साल से भी ज्यादा അടുത്ത വർഷം കൊയ്ത്ത് കൂടണം. अगले साल कटनी और बढ़ेगा. അതിനേക്കാൾ അടുത്ത വർഷം പിന്നെ കൂടണം. उससे ज्यादा अगले उसके അങ്ങനെ बाद होगा. കർത്താവിന്റെ വരവാകുമ്പോഴേക്കും और वैसे परमेश्वर का दोबारा आगमन तक മാക്സിമം കൊയ്ത്ത് നടക്കണം. कि ज्यादा से ज्यादा कटनी അതാ होता है. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം കേട്ടോ. वो है स्वर्ग की परमेश्वर का इच्छा. ഹല്ലേലൂയ. हालेलुया. ഒരു കൊയ്ത്ത് കാലമാണ്. एक कटनी का समय है. വചനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, കൊയ്ത്ത് കാലത്ത് ഉറങ്ങുന്നവൻ അല്ലേ. वचन में इस प्रकार बोलते हैं कटनी के समय There is सोने some वाला. people, അവരെന്ത് ചെയ്യും? കൊയ്ത്ത് കാലത്ത് ഉറങ്ങും. कुछ लोग हैं जो कटनी के समय सो ഇത് जाता है. കൊയ്ത്ത് കാലമാണെങ്കിൽ अगर कटनी का ഇത് समय है तो ഉറങ്ങാനുള്ള സമയമല്ല. ये सोने का समय नहीं है. കൊയ്ത്ത് കാലത്ത് ഉണർന്ന് ഹല്ലേലൂയ കൊയ്യാനുള്ള സമയമാണ്. जी कटनी के समय में जाग के काटने का समय है. കൊയ്ത്ത് കാലത്ത് ഉഴപ്പരുത്. कि कटनी के समय में हमें സീസൺ മിസ്സായി കഴിഞ്ഞാൽ ये मौसम में मिस नहीं करना है. ഹല്ലേലൂയ, അടുത്ത സീസൺ പിന്നെ എപ്പോ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. अगला मौसम कभी मिलेगा हम कह नहीं അതുകൊണ്ട് सकता. ഇത് നമ്മുടെ സീസണാണ്. इसलिए ये हमारा मौसम है. ഭൂമി അതിന്റെ ഫലം നൽകും. पृथ्वी उसका फल देगा. ചോദ്യമുണ്ടാകുന്നു, एक सवाल आता है, ഇതെങ്ങനെ സംഭവിക്കും? ये कैसे होगा? 20ാമത്തെ വാക്യം വായിച്ചാട്ടെ. 20वां आयत पढ़िए. ആ
ഇവിടുത്തെ ചോദ്യം, 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? हम 7वें वर्ष में क्या खाएंगे? 2022 ഏഴുകളുടെ പ്രാർത്ഥനയുടെ അവസാന ദിവസമാണ്. ये 2022 का 7 का जो हमारा प्रार्थना का अंतिम दिन है. പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക. पवित्र आत्मा एक वाणी दे रहा है ഈ വർഷം മുഴുവൻ 7 ഞങ്ങൾ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചു. ഇനി അടുത്ത വർഷം എന്തായിരിക്കും? ഉത്തരം പറയുക. कि परमेश्वर हमने ये साल बहुत सारे 7 करके प्रार्थना किया. 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? 7वें साल हम क्या खाएंगे? ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ऐसे पूछने का कारण क्या है? ഒരു ദൂത് കൊടുത്തു. परमेश्वर ने एक वाणी दिया. കർത്താവ് പറഞ്ഞു, परमेश्वर ने कहा ഈ 7-ാം സംവത്സരം നിങ്ങൾ വിതയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. कि 7वें साल आपको बोना नहीं है. നിലത്തിനൊക്കെ വിശ്രമം കൊടുക്കുന്ന സമയമാണ്. आपको क्या भूमि को विश्राम देने का समय है. 7-ാം ദിവസം മാത്രമല്ല വിശ്രമം, केवल 7वां दिन ही नहीं. 7th year എല്ലാ നിലത്തിനും റെസ്റ്റ് ആണ്. 7वां साल सारे भूमि को विश्राम है. വർഷം വിതച്ചില്ലെങ്കിൽ പിന്നെ എന്താ അവസ്ഥ? आप सोचिए अगर 1 साल बोएगा तो क्या अवस्था है. 6 വർഷം വിതച്ചാ ഞങ്ങൾ കഴിച്ചത്. उन्होंने 6 साल हमने 7-ാം വർഷം വിതയ്ക്കാൻ പെർമിഷൻ ഇല്ല. और 7वें साल बोने का इजाजत नहीं है. എന്ത് കഴിക്കും? तो हम क्या खाएंगे? 7-ാം വർഷം പോകട്ടെ, 7वां साल जाए तो 7-ാം വർഷം വിതച്ചില്ലെങ്കിൽ अगर 7वां साल नहीं बोएगा 8-ാം तो വർഷം ഞങ്ങൾ എന്ത് കഴിക്കും? 8वें साल क्या खाएंगे? അപ്പൊ ഈ എഫക്ട് അടുത്ത വർഷത്തേക്ക് പോകാൻ പോകുക. तो इसका जो परिणाम अगले साल भी जाएगा. ന്യായമായ ചോദ്യമല്ലേ? ये सही एक सवाल है. നിങ്ങൾക്ക് ഭൂമിയുടെ ഫലം തരുമെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം പറഞ്ഞു. पृथ्वी का फल देगा करके स्वर्ग के परमेश्वर कहता है. വിതയ്ക്കാതെ എങ്ങനെയാണ് ഞങ്ങൾ അടുത്ത വർഷം കൊയ്യുന്നത്? तो बिना बोए कैसे हम काटेंगे? അതിന്റെ മറുപടി പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞതെന്ന് उसका ശ്രദ്ധിക്കുക. उत्तर पवित्र आत्मा ने क्या दिया? 7 സംവത്സരം ചെയ്യരുതല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ആ ആ പറഞ്ഞാട്ടെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ആ വാക്യം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 6-ാം സംവത്സരത്തിൽ इस प्रकार कहते 6वें साल നീ വിതയ്ക്കുന്നത് जो तू बोएगा അതിനെ ഞാൻ ബ്ലസ് ചെയ്യാൻ പോകുക. उसको मैं आशीष करेगा. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. मैं आत्मा में एक वाणी देता हूं. 2022 2022 നമ്മൾ में ശക്തമായി ചിലത് വിതച്ച ആത്മമണ്ഡലത്തിൽ हम बहुत सारे सामत से आत्मा സഭ में बोया പ്രാർത്ഥിച്ചു വിതച്ചു. कि कलीसिया ने प्रार्थना करके बोया. മോർണിംഗ് ടു ആകട്ടെ, 7 days മീറ്റിംഗ്സ് ആകട്ടെ, ഹല്ലേലൂയ ഫാസ്റ്റിംഗ് പ്രയർ ആകട്ടെ, പ്രാർത്ഥിച്ച് നമ്മൾ വിതച്ചു. हमने प्रार्थना करके मॉर्निंग ड्यू हो या 7 days फास्टिंग प्रेयर जो भी हमने बोया, ഇന്നലത്തെ ദൂതിന്റെ ബാക്കിയായി പരിശുദ്ധാത്മാവ് പറയുക. वो दूध का जो बाकी है जो पवित्र आत्मा कहता അതിന്റെ है എഫക്ട് ദീർഘവർഷങ്ങൾ സഭയ്ക്കകത്ത് കാണാൻ പോകുക. उसका परिणाम सालों कलीसिया के अंदर देखेंगे. ഈ ഹാർവസ്റ്റ് ഒരു വർഷത്തേക്കല്ല, ये जो कटनी 1 साल के लिए नहीं है. പ്രാർത്ഥനയിൽ വിതച്ചതിന്റെ ഹാർവസ്റ്റ് जो प्रार्थना में बोया उसका जो कटनी है 2023 केवल 2023-22 ഈ വർഷം നമ്മൾ കൊയ്യുന്നതിന്റെ ये जो साल हम काटेंगे 2 മടങ്ങ് അടുത്ത വർഷം കൊയ്യുമെന്ന്. इससे 2 गुना ज्यादा अगले साल काटेंगे. എന്തുകൊണ്ട് നിന്റെ 6-ാം വർഷത്തെ വിതയെ ദൈവം അനുഗ്രഹിക്കും? क्यों तेरे 6वें साल के जो बोने को परमेश्वर आशीष करेगा? ദൈവം നിന്നോട് ഒരു 7-ാം ദിവസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. कि परमेश्वर तुझे 7वां दिन के लिए कहा ഇത് हुआ है. ഇപ്പോ ഒന്നും തുടങ്ങിയതല്ല കേട്ടോ. ये अभी नहीं ഇത് പണ്ട് മുതലേ ഉള്ള ദൈവത്തിന്റെ പോളിസിയാണ്. ये पहले से परमेश्वर का नियम है. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നപ്പോൾ इस्राएल के लोग जब रेगिस्तान में था മന്ന പറക്കണം. उनको बोला मन्ना उठाना എല്ലാ है ദിവസവും ആളൊന്നിന് ഒരു ഇടങ്ങഴി പറക്കണം. कि हर दिन व्यक्ति के हिसाब से उठाना है. ഒരിടങ്ങഴിയിൽ കൂടുതൽ പറക്കിയാൽ, और उससे ज्यादा अगर हम അത് लेंगे സൂക്ഷിച്ചു വെച്ചാൽ और उसे संभाल के അത് रखेंगे ചീഞ്ഞു പോകും. वो खराब हो അന്ന് जाएंगे. വൈകിട്ടാവുമ്പോഴത്തേക്ക് അത് ചീഞ്ഞു പോകും. वो शाम तक ये खराब हो പക്ഷെ जाएंगे. ഒരു മിറക്കിൾ, लेकिन एक चमत्कार 6-ാമത്തെ ദിവസം 6ठे दिन ഒരിടങ്ങഴിയല്ല പറക്കേണ്ടത്, आपको एक हिस्सा नहीं लेना, 2 ഇടങ്ങഴിയാ 2 പറക്കേണ്ടത്. हिस्सा लेना है. കേൾക്കുന്നുണ്ടോ? 2 ഇടങ്ങഴി. 2 हिस्सा. വൈകിട്ട് ഇത് ചെയ്യത്തില്ലെന്ന്. और ये शाम को खराब नहीं होगा. ഇതെന്തൊരു മിറക്കിളാ. ये कैसे चमत्कार? അടുത്ത ദിവസം വിശ്രമ ദിവസമാ. अगला दिन विश्राम का दिन അന്ന് है. പറക്കേണ്ട ആവശ്യമില്ല. उस दिन उठाने की जरूरत नहीं തലേ है. ദിവസം പറക്കിയത് जो पिछले दिन ഒരു किया है കേടും കൂടാതിരിക്കുന്നു. वो बिना कोई खराब होके पड़ा है. ഡേറ്റ് നോക്കിയിരിക്കുക കേട്ടോ. वो डेट देख के बैठा है. എല്ലാ സാധനത്തിലും ഫുഡിന്റെ മണ്ടയ്ക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ലേ? हर भोजन के ऊपर क्या एक्सपायरी डेट रहती है? മന്നയുടെ മുകളിൽ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നു. कि मन्ना के ऊपर भी एक एक्सपायरी डेट മന്നയുടെ था. എക്സ്പയറി 12 hours ഉള്ളായിരുന്നു കേട്ടോ. मन्ना का एक्सपायरी 12 घंटा था. മന്ന 12 hours കൊണ്ട് ചീഞ്ഞു
ചീഞ്ഞു പോകും. मन्ना 12 घंटे में खराब हो പക്ഷേ जाएगा. തമ്പുരാൻ ശനിയാഴ്ച ഇടുന്ന മഞ്ഞയുടെ മണ്ടയ്ക്ക് എക്സ്പയറി ഡേറ്റ് ഒരു ദിവസം കൂടെ കൂട്ടി എഴുതി വെച്ചു. लेकिन परमेश्वर जो छठे दिन जो डालता था मन्ना उसमें एक्सपायरी डेट एक दिन ज्यादा അത് लिखता എന്റെ था. ദൈവത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ, എന്റെ ദൈവം എന്റെ മക്കൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രൊവിഷൻ ആണ്. वो मेरे बच्चों के लिए खास प्रबंध है. നീ വിശ്രമിച്ചോളാന്. तू विश्राम നീ कर. വിശ്രമിക്കുമ്പോഴും तू जब विश्राम നിന്റെ करेगा കൊയ്ത്ത് മുടങ്ങത്തില്ലെന്ന്. तेरी कटनी कम नहीं होगा. നീ വിശ്രമിക്കുമ്പോഴും जब तू विश्राम നിന്റെ करेगा അത്താഴം മുടങ്ങത്തില്ലെന്ന്. तेरा भोजन कम नहीं होगा. ചിലപ്പോൾ ദൈവത്തിന്റെ സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ട്. कुछ बोल कि परमेश्वर के खास प्रबंध ഈ है. വചനം പഠിപ്പിക്കുന്നത് അതാ. ये वचन वही सिखाता है. 6 വർഷത്തിൽ छठवें ഒരു साल ഭയങ്കര കൊയ്ത്ത്. एक बहुत बड़ा कटनी. എന്തിനു വേണ്ടിയാ കൊയ്ത്ത് തരുന്നെന്ന് അറിയാമോ? किस चीज की कटनी? ഓ, നീ വിശ്രമിക്കുന്ന 7ാം വർഷവും. जब तू विश्राम करने वाला 7वां साल. എന്താ പറയുന്നതെന്ന് അറിയാമോ? क्या कहता है? 7ാം വർഷം വിശ്രമിക്കുന്നു, 7वां साल विश्राम करता അതിന്റെ है. അടുത്ത വർഷം 8ാം വർഷം അല്ലേ? उसके अगले साल 8ാം 8वां വർഷം വിത്ത് ഇറക്കുന്നു, 8वां साल बीज बोता है. അതിന്റെ കൊയ്ത്ത് പിന്നെ അടുത്ത വർഷമേ കിട്ടത്തുള്ളൂ. उसका कटनी अगले साल അപ്പൊ मिलेगा. ടോട്ടൽ 3 വർഷം. तो 3 साल. എത്ര വർഷം? 3 साल. ഇവിടെ എഴുതിയിരിക്കുന്നത് 3 വർഷം എന്നല്ലേ? या 3 साल लिखा है. 3 वर्ष में 3 വർഷം. 21. ഹല്ലേലൂയ. അത് 3 സംവത്സരത്തേക്കുള്ള അനുഭവം തരികയും ചെയ്യും. ആമേൻ. 3 സംവത്സരത്തേക്കുള്ള അനുഭവം ഒറ്റ വർഷം കൊണ്ട് കൊയ്യുമെന്ന് 3 वर्ष का जो है 1 साल में बोएंगे काटेंगे. വിശ്വസിക്കുന്നുണ്ടോ ഈ ദൂത്? आप विश्वास करते क्या? मैं അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, इसलिए मैं कल कहा സാധാരണ ഫലമല്ല, साधारण फल नहीं, അസാധാരണ കൊയ്ത്ത്. असाधारण कटनी. അസാധാരണ കൊയ്ത്ത്. असाधारण कटनी. ഓ ഹർഷൽ ഖമന രഗദൽ കടകശന്തനെ. സാധാരണ കൊയ്ത്ത്. എത്ര പേർ ഈ പകൽക്കാലം ഈ ദൂതിന്റെ മുമ്പിൽ സമർപ്പിക്കും? कितने लोग आज इस वाणी के सामने समर्पण करेंगे? വലിയ വിളവ് ഹല്ലേലൂയ നാം എടുക്കാൻ പോകുകയാ. बहुत बड़ा कटनी हम लेने वाले हैं. നാം വിതച്ചത്, हमने जो बोया है, പ്രാർത്ഥനയിൽ വിതച്ചത്, जो प्रार्थना में बोया, 1-2 വർഷമല്ല കേട്ടോ, 1-2 साल नहीं. അടുത്ത ദീർഘവർഷങ്ങളിലേക്ക് ചർച്ചിന്റെ അന്തരീക്ഷത്തെ ദൈവം आमेन, മാറ്റിയിട്ട് आमेन, आमेन. काफी आने वाले सालों में कलीसिया का अवस्था को परमेश्वर ഹല്ലേലൂയ. बदल के പ്രത്യേകിച്ചും ഈ ലാസ്റ്റ് 7 ഡേയ്സ് ये जो लास्ट का 7वां दिन, നാം ആത്മാവിൽ യുദ്ധം ചെയ്ത് ചില മണ്ഡലങ്ങളെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ अगर हम आत्मा में युद्ध करके कुछ मंडलों को अगर बांधा है, അതിന്റെ റിസൾട്ട് അടുത്ത വർഷങ്ങളിൽ കാണാൻ പോകുക. तो उसका जो परिणाम अगले सालों में देखने वाला है. സാത്താന്റെ പള്ളിക്കാർ വന്ന് മുട്ടുമടക്കത്തക്കവണ്ണം, कि सातान के लोग आके घुटना टेकने के लिए, സാത്താന്റെ ജയിലുകൾ പൊളിയത്തക്കവണ്ണം, सातान का जो जेल टूटने समान, കാരാഗ്രഹ പ്രമാണിമാർ വിടുവിക്കത്തക്കവണ്ണം कि बंदा गृह से लोग छुटकारा ചില पाएगा. इस വലിയ प्रकार ദൈവപ്രവൃത്തി മിഷൻ ഫീൽഡിൽ നമ്മൾ കാണാൻ പോകുക. कि बहुत सा बड़ा परमेश्वर कार्य हम मिशन फील्ड में देखेंगे. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं? ഹല്ലേലൂയ. കഴിഞ്ഞ 7 ദിവസം നമ്മൾ വേർതിരിച്ചു പ്രാർത്ഥിക്കുകയായിരുന്നു. पिछले 7 दिन हम अलग होकर प्रार्थना कर रहे थे. ഇവിടെ 7ാം വർഷം എന്നാ പറയുന്നത് അല്ലേ? ആ പ്രാർത്ഥന റിസൾട്ട് 7ാം വർഷം കൊണ്ടോ 7 ദിവസം കൊണ്ടോ തീരത്തില്ല, ഈ വർഷം കൊണ്ട് തീരത്തില്ല. या 7 वर्ष कहते हैं, उसका जो परिणाम है 7 दिन में सब खत्म नहीं होने वाले हैं. അടുത്ത വർഷങ്ങളിലെല്ലാം ആവർത്തിക്കുന്ന ചില വിടുതൽ കാണാൻ പോകും. अगले सालों में भी उसमें उसका परिणाम हम देखेंगे. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാ पिछले दिनों में हम सुना 7 ദിവസത്തെ യുദ്ധത്തെ കുറിച്ച്. 7 दिन के युद्ध के बारे में. ജോഷുവയോട് ദൈവം പറഞ്ഞു, जोशुआ से परमेश्वर ने कहा ഹല്ലേലൂയ, 7 ദിവസം എരിഹോവിനെ ചുറ്റുക. कि 7 दिन एरियो को फेरे मार. 7ാമത്തെ ദിവസം 7वां दिन എത്ര പ്രാവശ്യം ചുറ്റണം? कितना बार करना है? 7 പ്രാവശ്യം. 7 बार. അപ്പോൾ എന്ത് സംഭവിക്കും? तब क्या होगा? മതിൽ വീഴും. तो दीवार गिरेगा. നിങ്ങളൊന്ന് കേട്ടോണേ, ഇന്ന് എത്രാം ദിവസമായി പ്രാർത്ഥനയുടെ? आज कौन सा दिन അപ്പൊ है? എത്ര പ്രാവശ്യം ചുറ്റണം आज कितना बार എന്ന് करना? പറഞ്ഞാൽ അതിന്റെ അർത്ഥം उसका अर्थ क्या है? പ്രാർത്ഥനയുടെ പവർ ഒന്ന് കൂട്ടണം. प्रार्थना का पावर को बढ़ाना അതുകൊണ്ട് है. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ 7 ദിവസം ഇരുത്തിയെങ്കിൽ സോറിന്റെ പട്ടണത്തിന്റെ നടുക്കെന്ന് പറഞ്ഞതുപോലെ അന്ധകാരത്തിന് നടുക്കിരുത്തിയെങ്കിൽ ഹല്ലേലൂയ, എന്തുദ്ദേശത്തോടെ ഇരുത്തിയെന്നറിയാമോ? तो सोर जैसे अंधकार के मंडल में अगर परमेश्वर बिठाए तो किस उद्देश्य के साथ बिठाया है? ചില മതിലുകൾ വീഴാനാ. कुछ दीवारों को गिराने के लिए. മതിലുകൾ എന്തിനെയാ കാണിക്കുന്നത്? दीवार किसको दिखाता है? പല അർത്ഥമുണ്ട് കേട്ടോ. बहुत सारे अर्थ है. ആത്മിക മതിലുകൾ സംരക്ഷണത്തിന്റെ മതിലുകളാകുമ്പോൾ തന്നെ आत्मिक जो दीवार है उस प्रोटेक्शन का दीवार है. സാത്താൻ കെട്ടിയ ചില മതിലുണ്ട്.
कि सातान ने बांधा कुछ അതുകൊണ്ടാണ് दीवार है। വേദപുസ്തകം പഠിക്കുന്നവർ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. इसके लिए वचन सिखाने वाले इस प्रकार सिखाता है ജോഷുവയോട് കൂടെ നമുക്ക് പോകാം. कि जोशुआ के साथ हम जाएंगे। എന്തിനു വേണ്ടി? क्यों? ജെരിക്കോവിന്റെ മതിലിനെ തകർക്കാൻ. कि जेरिको का जो दीवार को तोड़ने के लिए നെഹമ്യാവിന്റെ കൂടെ നമുക്ക് നടക്കാം. नेहम्या के साथ हम चलेंगे। എന്തിനു വേണ്ടി? क्यों? ജെറുസലേമിന്റെ മതിലിനെ പണിയാൻ. जेरूशलेम के दीवार को बनाने के लिए। പ്രിയമുള്ളവരെ, ചില മതിൽ പൊളിക്കേണ്ട മതിലാ, कुछ जो दीवार है तोड़ने के लिए ചില है। മതിൽ പണിയേണ്ട മതിലാ. कुछ दीवारें बनाने के लिए है। ആമേൻ. ഹല്ലേലൂയ. ശത്രു കെട്ടിയ മതിലിന്റെ പർപ്പസ് നമ്മെ സംരക്ഷിക്കുക എന്നുള്ളതല്ല. शत्रु जो दीवार बांधे हमें संभालने के लिए नहीं। ശത്രു കെട്ടിയ മതിലിന്റെ പർപ്പസ് നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് നമ്മെ കേറാതെ തടയുക എന്നുള്ളതാണ്. वो इसके लिए दीवार बांधा है कि हम अपने वादाओं में यहाँ प्रवेश कर पाए। ഹല്ലേലൂയ. हालेलुया। പ്രോമിസ്ഡ് ലാൻഡിലേക്ക് കാല് വെക്കാൻ ഒരു വലിയ തടസ്സം कि वादा के जमीन में पैर रखने के लिए बहुत बड़ा एक रुकावट, ഭയങ്കര മതിൽ കെട്ടി വെച്ചിരിക്കുക. बहुत बड़ा एक दीवार ആര് बांधा है। കെട്ടിയതാ? ശത്രു കെട്ടിയതാ. एक कौन बांधा? शत्रु ने। ഹൽകശഗബന. നമ്മുടെ വാഗ്ദത്തങ്ങളിലേക്ക് നാം കയറാതെ തടയുന്ന മതിലുണ്ടല്ലോ. हमारे वादा में हमें प्रवेश ना देते हुए रोकने वाले जो शक्ति ഇനിയൊരു है, മതിലുണ്ട്. ऐसे एक दीवार है। ആത്മാക്കളെ വിടാതെ തടയുന്ന ഒരു മതിലുണ്ട്. आत्मा को ना छोड़ते हुए एक दीवार है। ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, അതിന് നേരെ നമുക്കൊന്ന് മാർച്ച് ചെയ്യാം. आज पवित्र आत्मा कहते हैं हम उसकी और जरा मार्च करेंगे। ആ മതിലുകളൊന്ന് തകർന്നു വീഴുവാൻ ഇടയായി തീരട്ടെ. वो जो दीवारों को गिरने दो, പ്രാർത്ഥനയുടെ ഇന്റൻസിറ്റി ഒന്ന് കൂട്ടിക്കാട്ടെ. कि प्रार्थना का बल जरा बढ़ाओ। എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. हर एक जन का जुबान चलाओ। എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. हर एक जन प्रार्थना करके शुरू This is करे। the day which is destined to shout out hallelujah. ये दिन है जो नियमित है कि चिल्लाने के लिए। ഏഴാം ദിവസം എന്ത് ചെയ്യണം? ആർത്ത് കർത്താവിനെ സ്തുതിക്കണം. सातवें दिन क्या कर रहे? चिल्ला के പ്രാർത്ഥന കൂട്ടണം, चिल्लाना, ആർത്ത് കർത്താവിനെ സ്തുതിക്കണം. कि परमेश्वर को चिल्ला के स्तुति करना। ആരാധനയുടെ നടുവിൽ आराधना के बीच മതിൽ में വീഴാൻ പോകുക. दीवार गिरेगा। വളരെ അത്യാവശ്യം പറയേണ്ട ഒറ്റ ദൂതൂടെ പറഞ്ഞു നിർത്താൻ പോകുക. और एक वाणी के रुकना चाहूंगा। 7 ദിവസം ജെരിക്കോവിനെ ചുറ്റിയെങ്കിൽ 7 दिन जेरिको को अगर फेरे मारा, ഇതേ ഒരു അനുഭവം. यही एक अनुभव, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. यही एक अनुभव राजाओं की किताब में भी हम देखते हैं। അവിടെയും ഒരു 7 ദിവസത്തെ ഹല്ലേലൂയ യുദ്ധം നമ്മൾ കാണുന്നുണ്ട്. वहां भी हम 7 दिन का युद्ध देखते हैं। അധിക ദേവദാസന്മാർ അത് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. बहुत सारे परमेश्वर के दास लोग കഴിഞ്ഞ प्रचार ദിവസം करते हुए വചനം देखा। പഠിച്ചപ്പോൾ ഭയങ്കര പവർഫുൾ വചനമായിട്ട് എനിക്ക് തോന്നി. कि पिछले दिनों वचन पढ़ा तो मुझे बहुत सामर्थ्यशाली लगा। ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ 1 राजा 20 ഹല്ലേലൂയ അതിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. उसका 29 जरा पढ़िए। 2 രാജ്യങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുക. 2 राज युद्ध करने के लिए आके 2 खड़ा है। രാജ്യങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുക. 2 राज युद्ध करने के लिए आया ഒന്ന് है। രാജ 20-29 ഒന്ന് വായിച്ചാട്ടെ. ഹിന്ദിയിൽ വായിക്കാം, മലയാളത്തിൽ വായിക്കാം, कोई भी भाषा में जल्दी जो मिलाओ. देखो, और वे 7 दिन आमने सामने क्या किया? डेरे डाले पड़े रहे। डेरे ढाला. और तब 7वें दिन युद्ध तो छिड़ गया। 7वां दिन युद्ध छिड़ गया। छिड़ गया. अभी ഇപ്പോൾ ഞാൻ ഇതൊന്ന് വേഗത്തിൽ പറഞ്ഞു തരാൻ പോകുക. अब मैं जल्दी से कहना चाहता हूँ 7 ദിവസം ഇവർ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുക. कि 7 दिन ये लोग आपने सामने खड़े रहे। നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, 2 ബോർഡറിൽ ശത്രുവിന്റെ 2 സൈന്യം വന്നിട്ട് നോക്കി നിൽക്കുകയാ. आप जरा सोचिए, देखिए कि एक बॉर्डर में शत्रु आमने सामने देख के खड़ा है। അങ്ങോട്ടും ആക്രമിക്കുന്നില്ല, ഇങ്ങോട്ടും ആക്രമിക്കുന്നില്ല. दोनों एक दूसरे पे आक्रमण नहीं करते हैं। എന്റെ ചോദ്യം, मेरा सवाल, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം इसराइलियों के लिए अगर देखा जाए, are the people with big promises. वो बहुत वादों के साथ है। അവർക്ക് പിശാചിന്റെ സൈന്യത്തെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. उन्हें शैतान की सेना को डरने का कोई जरूरत नहीं है। ചാടിക്കറി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ജനമാണ്. वो चाहे तो जाके उधर ही उनको अटैक कर പക്ഷേ सकते हैं। 7 ദിവസമായിട്ട് അവർ അനങ്ങുന്നില്ല. लेकिन 7 दिन तक वो അവർ चिल्ले യുദ്ധം नहीं, ചെയ്യുന്നില്ല. वो युद्ध नहीं कर रहे। ശത്രു എന്താ യുദ്ധം ചെയ്യാത്തത്? शत्रु क्यों युद्ध नहीं कर അത് रहे? ശ്രദ്ധിച്ചോണം. ഈ വചനം വളരെ ഡെപ്തുള്ള വചനമാണ്. എനിക്കൊരു മണിക്കൂറെങ്കിലും ഇല്ലാതെ പറയാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ ഓടിച്ചങ്ങ് പറയുക. ശത്രു അറ്റാക്ക് ചെയ്യുന്നില്ല. और शत्रु भी से आक्रमण नहीं करते। ശത്രു എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാത്തത്? शत्रु क्यों आक्रमण कर रहे हैं? അതിന്റെ റീസൺ മുകളിലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. उसका जो रीजन उसके ऊपर कहता है, അവിടെ പറയുന്നത് वहाँ कहता है ഹല്ലേലൂയ, ഈ അരാമിന്റെ രാജാവിനോട് അല്ലെങ്കിൽ സൈന്യാധിപനോടൊക്കെ ആളുകൾ വന്നിട്ട് പറഞ്ഞു,
ഇസ്രായേലിന്റെ ദൈവം പർവ്വതദേവനാ. ഹല്ലേലൂയ. कि आराम के जो वहां आके उनसे आके लोग कहते हैं इस्राएल का जो परमेश्वर है वो पहाड़ के ऊपर रहने वाला परमेश्वर है. ഇസ്രായേലിന്റെ ദൈവം പർവ്വതദേവനാ. वो कहे कि परमेश्वर इस्राएल का परमेश्वर पहाड़ों पे रहने वाला है. അതുകൊണ്ട് പർവ്വതത്തിന്റെ മുകളിൽ അവന് ഭയങ്കര പവറാ. इसके लिए पहाड़ के ऊपर उसको बहुत शक्ति है. അതുകൊണ്ട് ഈ ജനം പർവ്വതത്തിന്റെ മുകളിൽ നിന്നാൽ ഇവരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല. तो ये अगर पहाड़ के ऊपर रुके तो इन्हें हम हरा नहीं सकते. ഇവരെ താഴ്വരയിലേക്ക് ഒന്ന് ഇറങ്ങി വരട്ടെ. ये जरा तराई में आने दो. ഇതിന് പിന്നിൽ അവരുടെ ചില അന്ധവിശ്വാസങ്ങളുണ്ട്. और इनके पीछे उनका एक अंधविश्वास भी था. ലോകത്തിലെ മനുഷ്യർക്ക് അങ്ങനെ വിശ്വാസമുണ്ട് അല്ലേ? दुनिया के लोगों का ऐसा एक विश्वास है. ഈ ലോകത്തിലെ മനുഷ്യർ ഒത്തിരി ദേവീ ദേവതകളെ ആരാധിക്കുന്നവരാണ്. दुनिया के लोग बहुत सारे देवी देवताओं को आराधना करते हैं. അവരുടെ വിശ്വാസം उनका ഒരു विश्वास പർട്ടിക്കുലർ ദൈവത്തിന് एक खास देवी ഒരു देवताओं को പർട്ടിക്കുലർ ഏരിയയിൽ ഭയങ്കര പവറാ. एक खास जगह पे बहुत शक्ति है. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? ആ ഏരിയയിൽ അവൻ ഭയങ്കര പവർ ഉള്ളവനാ. उस क्षेत्र में बहुत सामर्थ्य रखते ആ हैं. ഏരിയയിൽ കയറി അവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. उस मंडल में उसे हरा नहीं सकते. ആ ഏരിയ വിട്ട് വേറെ ഡിസ്ട്രിക്റ്റിൽ പോയി കഴിഞ്ഞാൽ अगर वो एरिया छोड़ के दूसरे അവിടെ जगह पे जाते വേറെ हैं ഒരു ദൈവമാണ് അവിടെ പവർഫുൾ वहाँ ആയിട്ടുള്ളത്. दूसरा कोई देवी देवता है. ഈ വിശ്വാസം ആരുടെ ഉണ്ട്? ഈ അരാം അല്ലെങ്കിൽ ജാതികളുടെ ഹൃദയത്തിലുണ്ട്. ये विश्वास किसको आराम या फिर जातियों में है? അപ്പൊ അവരുടെ ചിന്ത എന്താണെന്നറിയാമോ? तो उनका विचार क्या है? ഹല്ലേലൂയ. ഈ യഹോവ എന്ന് പറയുന്ന ഇസ്രായേൽ മക്കളുടെ ദൈവം ये यहोवा जो है पर इस्राएल का जो परमेश्वर അവൻ പർവ്വതത്തിന്റെ മുകളിൽ പവർഫുൾ ആയിട്ടുള്ള ദൈവമാണ്. वो पहाड़ के ऊपर सामर्थ्यशाली है. അങ്ങനെ ചിന്തയുണ്ടാകാനുള്ള കാരണം എന്തായിരിക്കാം? वैसे विचार होने का कारण क्या है? ഒരു പക്ഷേ ഇസ്രായേൽ മക്കളുടെ കൂടുതൽ ആരാധനകളും അവർ നടത്തുന്നത് പർവ്വതങ്ങളുടെ മുകളിലായിരുന്നു. हो सकते हैं इस्राएल लोग ज्यादा जो आराधना है वो पहाड़ों के ऊपर करते थे. 121 സങ്കീർത്തനത്തിലില്ലേ, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. भजन संहिता 121 में इस प्रकार कहते हैं मैं मेरे आंखों को पहाड़ के ऊपर उठाता हूं. പർവ്വതത്തിന്റെ മുകളിലാണ് ദൈവം വസിക്കുന്ന ഒരു ചിന്ത എങ്ങനെയോ അവർക്കുണ്ടായിരുന്നു. तो ऐसे एक विचार था कि पहाड़ के ऊपर परमेश्वर അവർ रहता है. ആരാധിക്കാൻ വേണ്ടി പോകുന്നത് वो जब आराधना के लिए जाता ഉയർന്ന है മലകളിലേക്കായിരുന്നു. वो बड़े ऊंचे चट्टानों पे जाते थे. ഇവരുടെ പല യുദ്ധങ്ങളും അവർ ചെയ്തത് ഉയർന്ന മലകളിലാണ്. इनके बहुत सारे युद्ध भी पहाड़ों पे हुआ है. കർമ്മേലിൽ അഗ്നി ഇറങ്ങിയതും എവിടെയാണ്? ഹല്ലേലൂയ. കർമ്മേലിൽ അഗ്നി ഇറങ്ങിയത് എവിടെയാണ്? ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലേ? करमेल में अग्नि कहाँ उतरा? वो भी पहाड़ के ऊपर. ബാലിന്റെ സൈന്യം, ബാലിന്റെ ശക്തി പൊളിഞ്ഞു പോയത് ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്. बाल की जो शक्ति जो है वो टूटा वो भी पहाड़ के ऊपर. ശരിയല്ലേ ഞാൻ പറയുന്നത്? सही है कि नहीं? അതിന്റെ തലേ ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ उसके आगे के चैप्टर्स अगर आप ഈ पढ़ेंगे കഥ അരാമിനെ മുഴുവൻ ആളുകൾക്കും അറിയാം. ये आराम के सारे लोगों को जानता है. കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ करमेल पहाड़ के ऊपर ഏലിയാവ് നിന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ जब एलिया खड़ा होकर जब प्रार्थना किया, എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? कितने लोग ये समझ में आ रहा है? ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഈ ഏലിയാവ് നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ एलिया जब खड़ा होकर जब प्रार्थना किया, ബാലിന്റെയും അശേരയുടെയും സകല ശക്തി ബന്ധിക്കപ്പെട്ടു. दान और आशेर के सारी शक्ति वहां बंद हो ഏലിയാവ് गया. നിൽക്കുന്നിടത്ത് ബാലിന്റെ അഗ്നി ഇറങ്ങിയില്ല. ഏലിയാവ് നിൽക്കുന്നിടത്ത് ബാലിന്റെ അഗ്നി ഇറങ്ങിയില്ല. एलिया जहां खड़ा होता है वहां बाल की शक्ति नहीं उतरता. അശേരയുടെ പവർ അവിടെ ചലിച്ചില്ല. वहां आशेर का शक्ति नहीं चला. ആ യാഗപീഠങ്ങൾ ബന്ധിക്കപ്പെട്ടു. वो जो बलि का पीठ जो है बंधित हो गया. പർവ്വതത്തിന്റെ മുകളിൽ करमेल पहाड़ के ऊपर അഗ്നി ഇറങ്ങി. अग्नि उतरा. ജീവനുള്ള ദൈവം ആരെന്ന് തെളിയിക്കുന്ന അഗ്നി ഇറങ്ങി. जीवित परमेश्वर कौन है साबित करने वाला अग्नि उतरा. അധ്യായത്തിൽ अगले अध्याय में അരാം എന്ന ദേശത്തെ ആളുകൾ പറയുകയാണ്, अगले अध्याय में आराम के जो देश യഹോവ लोग कहते हैं പർവ്വതദേവനാ. कि यहोवा जो है पहाड़ पे रहने वाला है. താൻ നിൽക്കരുത് പർവ്വതത്തിന്റെ മുകളിൽ. तो पहाड़ के ऊपर उनसे लड़ने मत रुकना. പർവ്വതത്തിന്റെ മുകളിൽ അവനെ ആക്രമിക്കാൻ പോയാൽ अगर पहाड़ के ऊपर आक्रमण करेंगे അവന്റെ അടുക്ക നടക്കത്തിൽ അവൻ പർവ്വതത്തിൽ പവർഫുൾ ആണ്. उनके सामने नहीं चलेगा. पहाड़ पर सामर्थ्यशाली है. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. इसके लिए काम करेंगे നമ്മുടെ ദൈവം താഴ്വരയിലാണ് പവർഫുൾ ആയിട്ടുള്ളത്. कि उनका देवी देवता तराई में सामर्थ्यशाली നമുക്ക് है. ഈ ജനത്തെ നമ്മുടെ പവർ കൂടിയ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് തകർത്ത് കളയാം. ये लोगों को हम अपने जो जहां जहां हमारा सामर्थ्य वहां लेके नाश करेंगे. പിശാച് പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ. शैतान बहुत बार इस प्रकार ഇവര് सोचता है. പർവ്വതത്തിന് മുകളിൽ നിൽക്കുമ്പോൾ जब तू पहाड़ के ऊपर ഇവരെ होता है തൊടാൻ പറ്റത്തില്ല. इसे छू नहीं सकता. Let them come down to the valleys of their life. कि Hallelujah. वो अपने जीवन के तराई में जरा उतरे. On the mountain top experience. ये पहाड़ के ऊपर का A जो child of God may be powerful. एक परमेश्वर का बच्चा सामर्थ्यशाली होगा. പർവ്വതത്തിന്റെ ടോപ്പ് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. एक पहाड़ के ऊंचा स्थान का एक ഒരു अनुभव है. മലമുകളിൽ ഇരിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. एक पहाड़ के ऊपर बैठने का एक Are you listening एक्सपीरियंस to है. me?
അവിടെ ഭയങ്കര പവർഫുൾ ആ. वह बहुत सामर्थशाली है ഓ മലമുകളിലെ അനുഭവം, कि पहाड़ के ऊपर का अनुभव, പ്രാർത്ഥനയുടെ മലമുകളിലെ അനുഭവം, कि प्रार्थना का पहाड़ के ऊपर का अनुभव, അഗ്നി ഇറങ്ങുന്ന മലമുകളിലെ അനുഭവം, कि अग्नि उतरने वाला पहाड़ के अनुभव, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്ന മലമുകളിലെ അനുഭവം, परमेश्वर की महिमा उतर आने वाला महिमा, വിശുദ്ധിയുടെ ഹോളിനെസിന്റെ മലമുകളിലെ അനുഭവം. पवित्रता का उस पहाड़ के ऊपर, When you are on the mountain top experience of holiness, आप जब पवित्रता का पहाड़ के ऊपर का जब when you अनुभव are है, on the top of that prayer mountain, आप जब प्रार्थना का पहाड़ के ऊपर devil है, may say, शैतान कहेगा അവൻ മൗണ്ടൻ ടോപ്പിലെ ഇപ്പൊ അവനെ തോപ്പിക്കാൻ പറ്റത്തില്ല. वो पहाड़ के ऊपर अभी उसे हरा नहीं सकता. പിശാച് എന്താ പറയുന്നറിയോ? शैतान क्या One कहता day है? he will come down to the valley. वो एक दिन उतर के आएगा तराई One day he में, will come down to the valley. वो एक दिन तराई में ആ उतर ദിവസം आएगा. ഞാൻ അവനെ ആക്രമിക്കാൻ उस പോകുകയാണ്. दिन में उसे युद्ध അവൻ करूंगा. ഒരിക്കൽ താഴ്വരയിലേക്ക് ഇറങ്ങി वो വരും. तराई में उतर आएगा. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजा के परमेश्वर को धन्यवाद दे. We are always not there on the mountain top of our Christian life. हम हमेशा अपना मसीह जीवन में पहाड़ We के ऊपर are नहीं रहते. always not on the top of that mountain of holiness of our life. Hallelujah. अपना जीवन के पवित्रता का पहाड़ के ऊपर भी नहीं रहते. कभी कभी Someday we may walk through the valleys of our life. कभी कभी हम अपने जीवन के तराई में भी होता है. നമ്മൾ എപ്പോഴും വിശുദ്ധിയുടെ പർവ്വതത്തിന് മുകളിലല്ല നിൽക്കുന്നത്. हम हमेशा पवित्रता का पहाड़ के ऊपर नहीं നമ്മൾ रहता है. എപ്പോഴും പ്രാർത്ഥനയുടെ പർവ്വതത്തിന് മുകളിലല്ല हम നിൽക്കുന്നത്. हमेशा प्रार्थना के पहाड़ के ऊपर नहीं रहते ഇടയ്ക്കൊക്കെ हैं. നമ്മൾ താഴ്വരയിലൂടെ ഇറങ്ങും. कि कभी कभी हम तराई में ഇടയ്ക്കൊക്കെ उतरता है. പരാജയത്തിന്റെ താഴ്വരയിലൂടെ നമ്മൾ നടക്കും. कभी कभी हम हार के पराजय में जाते हैं. This is the right time. Hallelujah. शैतान सोचते हैं सही To समय attack है him. उसको आक्रमण करने का. പിശാചേ, നിനക്ക് അബദ്ധം പറ്റി. शैतान तुझे ഞാൻ ആരാധിക്കുന്ന ദൈവം मैं जो आराधना करता हूं, മലമുകളിൽ മാത്രമല്ല, केवल पहाड़ों में नहीं, താഴ്വരയുടെ ദൈവമാണ്. और तराई का भी परमेश्वर है. ഞാൻ ആരാധിക്കുന്ന ദൈവം, मैं आराधना करने നാം वाला परमेश्वर. ആരാധിക്കുന്ന ദൈവം, मैं आराधना करने നാം वाला परमेश्वर. വിശ്വസിക്കുന്ന ദൈവം, मैं आमीन, मैं विश्वास He करने वाला is the परमेश्वर. Lord of valleys also. वो तराई का भी परमेश्वर है. ഹർഷകവനരകതൽ കടകശബ്ദന ചുമാനരകതൽ കടകശബ്ദനരകതലെ. എന്റെ ജീവിതത്തിലെ താഴ്വരകളിൽ എന്റെ കൂടെ നടക്കുന്ന ദൈവം. मेरे जीवन के तराई में मेरे साथ चलने वाला ഞാൻ परमेश्वर. താഴ്വരയിലൂടെ പോകുമ്പോൾ मैं जब तराई से जाता है, മൗണ്ടൻ ടോപ്പിൽ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. यहाँ पहाड़ के ऊपर वो मेरे साथ था. കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. परमेश्वर मेरे साथ था. പക്ഷേ എന്റെ ജീവിതത്തിലെ പരാജയങ്ങളുടെ നടുവിലും मेरे जीवन के पराजय के समय അവൻ എന്റെ में കൂടെ वो നടക്കുന്നവൻ. मेरे साथ चलता है. പിശാചിന്റെ ചിന്ത എന്താണെന്നറിയാമോ? शैतान क्या सोचता है? നിന്നെ പ്രാർത്ഥനയിൽ നിന്നെ പരാജയപ്പെടുത്തി, मैं इसे प्रार्थना में पराजित किया, ഹോളിനെസ്സിൽ നിന്നെ പരാജയപ്പെടുത്തി, तेरे पवित्रता में तुझे पराजित किया. താഴ്വരയിൽ കൊണ്ടുവന്ന് തകർത്ത് കളയാനാണെങ്കിൽ अगर तुझे तराई में लेके आके नाश करने के लिए है तो പിശാച് നിനക്ക് അബദ്ധം പറ്റി. शैतान तुझसे गलती എന്റെ हुआ. താഴ്വരയിൽ എന്നെ കൈവിടാത്തൊരു ദൈവ आमीन, സാന്നിധ്യമുണ്ട്. आमीन, आमीन. मुझे तराई में मेरा हाथ नहीं छोड़ने वाला परमेश्वर का सानिध्य है. എന്നോട് കൂടെ നടക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. मेरे साथ चलने वाला परमेश्वर का सानिध्य है. അൽക്കശകബനരകതൽ കടകശനെ. അരാംകാർക്ക് आराम के लोगों को ഇങ്ങനെയുള്ള ദൈവങ്ങളെ അറിയത്തുള്ളൂ. ऐसे देवताओं को जानता है. ലോക്കൽ ശക്തിയുള്ള ദൈവങ്ങൾ. कोई लोकल शक्ति वाला देवी देवता, അവന്റെ വീട്ടിൽ കയറിയാൽ അവിടെ അല്ലേ ശക്തിയുള്ള ദൈവങ്ങൾ. अगर उनके घर में जाए तो वहां सामर्थ रखने वाले देवी देवता. ഹിന്ദി പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ മലയാളത്തിൽ പറയുന്നത് തിണ്ണമെടുക്കെന്ന് പറയും. തിണ്ണമെടുക്കെന്ന് പറഞ്ഞാൽ अपना घर में कोई आए तो उधर बहुत बड़ा शेर है. हालेलुया. बाहर तो कौन मिलने वाला है? बिल्ली बनने वाला है. ऐसे लोगों को सिर्फ आराम का लोग जानते हैं. आराम लोग इस प्रकार के लोग जाते जो अपने गली के शेर है. हाँ हालेलुया. വെളിപ്പുള്ളി ഒന്നുമല്ല. बाहर कुछ भी नहीं है. യഹോവ അങ്ങനെയല്ല കേട്ടോ. लेकिन यहोवा उस प्रकार नहीं है. മലയിലും യുദ്ധം ചെയ്യും, वो पहाड़ पे भी युद्ध करेगा, അവൻ താഴ്വരയിലും യുദ്ധം वो ചെയ്യും. तराई में भी युद्ध करेगा. അവൻ മലയിലും യുദ്ധം मुंह ചെയ്യും. खोल के बोलो, वो पहाड़ पे युद्ध करेगा, മലയിലും യുദ്ധം ചെയ്യും. वो पहाड़ पे युद्ध करेगा, താഴ്വരയിൽ യുദ്ധം वो ചെയ്യും. तराई में भी युद्ध करेगा. എനിക്ക് വേണ്ടി അവൻ മലയിലും അഗ്നി ഇറക്കും. वो मेरे लिए पहाड़ पे अग्नि എനിക്ക് उतारेगा. വേണ്ടി അവൻ താഴ്വരയിൽ आमीन, യുദ്ധം आमीन, ചെയ്യുന്നവനാ. आमीन. वो मेरे लिए तराई पे भी युद्ध करेगा. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजा के परमेश्वर की धन्यवाद करे. 7 ദിവസം 7 दिन ശത്രു നോക്കിയിരിക്കുക. शत्रु देख के खड़ा 7 है. ദിവസം ശത്രു നോക്കിയിരിക്കുക. 7 दिन शत्रु देख के खड़ा നിന്റെ रहा. സ്ട്രോങ് ഹോൾഡിൽ നിന്ന്, तेरे जो स्ट्रॉन्ग होल्ड से, നിന്റെ സ്ട്രോങ് ഹോൾഡിൽ നിന്ന് तेरे बल से അവന്റെ സ്ട്രോങ് ഹോൾഡിലേക്ക് उसके बल की ओर നീ ഒന്ന് ഇറങ്ങി വരാൻ. तू उतर के आने के लिए. ഞാൻ പറഞ്ഞത് കേട്ടോ. मैंने जो बोला 7 सुना. ദിവസമായിട്ട് ശത്രു വെയിറ്റ് ചെയ്യുക. 7 दिन से शत्रु നീ इंतजार ഇപ്പോ कर എവിടെ रहे हैं. ഇരിക്കുന്നത്? तू अभी कहाँ बैठा നീ है? മൗണ്ടൻ ടോപ്പിലാ. तू पहाड़ के ऊपर That है. is your stronghold. वो तेरा गढ़ है. Am I right?
The mountain top is your stronghold. जो पहाड़ के चोटियों And तेरा your गढ़ enemy है is waiting for you और शत्रु इंतजार कर to रहे हैं come down from your stronghold और तेरे गढ़ से to his stronghold. उसके गढ़ में आने का। Are you listening me? आप सुन रहे हो? ശത്രു വെയിറ്റ് ചെയ്യുക. शत्रु इंतजार कर रहे हैं ഇന്നലെ നാളെ ഇവൻ ഇങ്ങനെ ഇറങ്ങി വരുമെന്ന്. कल ये उतर के आएगा, ഇവന്റെ ഉപവാസ പ്രാർത്ഥന കഴിയുമെന്ന്. इसका उपवास प्रार्थना खत्म ഇവന്റെ होगा, holiness കഴിയുമെന്ന്. इसका पवित्रता खत्म അന്ന് होगा, ഞാൻ ഇവനെ തകർക്കാമെന്ന് പറഞ്ഞ് उस दिन से नाश करेगा कह के। താഴ്വരയിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ശത്രു. जो तराई में तेरा इंतजार करने वाला പക്ഷേ शत्रु, നിങ്ങൾക്കല്ല പരിശുദ്ധാത്മ പറയുക. आज पवित्र आत्मा कहता है അപംശകമന, നീ ഒറ്റയ്ക്കല്ല താഴ്വരയിൽ ഇറങ്ങുന്നത്. तू अकेला नहीं है, നിന്റെ കർത്താവ് പർവ്വതത്തിൽ മാത്രം ഇരിക്കുന്നവനല്ല. तेरा परमेश्वर केवल पहाड़ी पर नहीं बैठते। താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ जो अंधकार के जब तराई से तू चलता है നിന്നോട് കൂടെ ഇരിക്കുന്ന वो കർത്താവ് तेरे साथ रहता He will है। walk with you. ശകമന രഗ ശകമന രഗദലവം ശൽകമന. ഹല്ലേലൂയ. 7 ദിവസം 7 दिन ശത്രു വെയിറ്റ് ചെയ്യുക. शत्रु इंतजार किया, 7 ദിവസം 7 दिन പർവ്വതത്തിന്റെ മുകളിൽ पहाड़ के ऊपर ഇസ്രായേൽ ചലിക്കാതിരിക്കുക. कि इसराइल बिना चले എന്തിനാ रहेगा। ചലിക്കാതിരിക്കുന്നതെന്ന് അറിയാമോ? क्यों चले बिना चले ഇസ്രായേലിന് रहेगा? ഒരു ഗുണമുണ്ട്. इसराइल को एक गुण है, അവർക്കറിയാം എങ്ങനെ യുദ്ധം ചെയ്യേണ്ടത്. उसे पता है युद्ध कैसे करना ഇസ്രായേലിന് है। ഒരു ഗുണമുണ്ട്. इसराइल के गुण है, അവർക്കറിയാം യുദ്ധം നടക്കുന്നത് ഭൗതിക മണ്ഡലത്തിലല്ല. उन्हें पता है युद्ध जो चलते भौतिक मंडल में नहीं, യുദ്ധം हमें നടക്കുന്നത് എഫ്രൈമിന്റെ മലകളിലല്ല. युद्ध जो है एफ्रेम के पहाड़ पे नहीं होता യുദ്ധം है, നടക്കുന്നത് ശമരിയയിലെ ഹിൽ ടോപ്പിലല്ല. युद्ध जो चलते समरिया के पहाड़ के ऊपर नहीं, യുദ്ധം നടക്കുന്നത് युद्ध जो चलता है താഴ്വരയിലല്ല. वो तराई में नहीं, യുദ്ധം നടക്കുന്നത് സ്വർഗമണ്ഡലത്തിലാ. जो युद्ध जो होता है स्वर्ग के मंडल में है। സ്വർഗമണ്ഡലത്തിൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ, स्वर्ग मंडल में एक बार क्लियर हो जाएगा। സ്വർഗമണ്ഡലത്തിൽ ദൂതന്മാർ ഇറങ്ങിക്കഴിഞ്ഞാൽ, അമശകമനരഗതലേ, സ്വർഗമണ്ഡലത്തിൽ വെളിപ്പാടുകൾ പ്രാപിച്ചു കഴിഞ്ഞാൽ, स्वर्ग मंडल में जो स्वर्ग दूत उतरेगा, जब तू प्रकाशन को पाएगा, ഭൗതിക മണ്ഡലത്തിൽ भौतिक मंडल അതിന്റെ में റിസൾട്ട് കാണുമെന്ന്. उसका रिजल्ट देखेगा। കേട്ടോ, ആത്മമണ്ഡലം ക്ലിയർ ആയി കഴിഞ്ഞാൽ आत्मिक मंडल जब क्लियर होगा, ഭൗതിക മണ്ഡലത്തിൽ അതിന്റെ റിസൾട്ട് കാണുമെന്ന്. भौतिक मंडल में उसका परिणाम देखेंगे। ശത്രു വെയിറ്റ് ചെയ്യുന്നതിനാ? शत्रु क्यों इंतजार किया? നിന്റെ പരാജയത്തിന് വേണ്ടിയാ. तेरे पराजय के നീ लिए, കംസോർ ആകാൻ വേണ്ടിയാ. तू कमजोर होने നീ के लिए, തളരാൻ വേണ്ടിയാ. तू थकने നീ के लिए, ഇറങ്ങി വരാൻ വേണ്ടിയാ. तू उतर के आने പക്ഷേ के നീ लिए, വെയിറ്റ് ചെയ്യുന്നതിനാ? तू क्यों इंतजार किया? നീ പർവ്വതത്തിന് മുകളിൽ എന്തിനാ ഇരിക്കുന്നത്? तू क्यों पहाड़ के ഈ ऊपर बैठा? ശത്രുവിനെ പേടിച്ചിട്ടല്ല. तू शत्रु से डर के नहीं, നിനക്കറിയാം, तुझे पता है ആത്മമണ്ഡലം ക്ലിയർ ആയി കഴിഞ്ഞാൽ आत्ममंडल क्लियर होने के बाद കർത്താവ് നിന്നോട് പറയും, परमेश्वर तुझसे कहेगा താഴ്വരയിലേക്ക് ഇറങ്ങ്. तू तराई में उतर। എന്താ സംഭവിച്ചതെന്നറിയാം? क्या हुआ पता है? ഈ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി ആ ഭാഗമെല്ലാം വായിച്ച് പഠിച്ചു കൊള്ളുക. ये अध्याय आप जरा घर पे जाके पढ़िएगा। അവിടെ ഒരു ദൈവപുരുഷൻ, वहाँ एक परमेश्वर के व्यक्ति, ഒരു ദൈവദാസൻ, एक परमेश्वर का था। 15ാമത്തെ വാക്യം പറയുന്നു, 15 वाक्य कहता है, എന്നാൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തൻ, 1 രാജ 20:28-29. ഓക്കെ, അതിന്റെ ഒരു കുറച്ച് മുകളിലോട്ടൊന്ന് നോക്കിക്കേ. ഒരു പ്രവാചകൻ ഇപ്പോൾ ഇസ്രായേൽ രാജാവിന്റെ അടുക്ക വരികയാ. एक नबी जो है इस्राएल राजा के पास आता है, എന്ത് പറയാ? वो आके क्या कहता है? ധൈര്യപ്പെട്ട് ആ ആ അന്ന് പറഞ്ഞു. ആ ഓക്കെ, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ട് അത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. വായിച്ചട്ടെ. അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി അവർക്ക് പകരം ദേശാധിപതിമാരെ നിയമിക്കണം. പിന്നെ നിനക്ക് നഷ്ടമായി പോയ സൈന്യത്തിന് സമമായൊരു സൈന്യത്തെയും കുതിരപ്പടയെയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക. എന്നിട്ട് സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യുക. നാം അവരെ തോൽപ്പിക്കും നിശ്ചയം. അവൻ അവരുടെ വാക്ക് കേട്ട് അങ്ങനെ ചെയ്തു. പിറ്റേ ആണ്ടിൽ ബെൻഹദദ് എന്ത് ചെയ്തെന്നറിയാം? ഇതെല്ലാം ഒരുക്കി, നല്ലൊരു മിലിറ്ററി, രഥങ്ങൾ ഉൾപ്പെടെയുള്ള നല്ല മിലിറ്ററി ഒരുക്കി. एक रथ के साथ एक अच्छा सेना को तैयार किया, കുതിരപ്പട്ടാളം,
एक अच्छा सेना। ഇസ്രായേൽ മക്കൾക്ക് കുതിരപ്പട്ടാളമൊന്നുമില്ല കേട്ടോ. इस्राएल के लोगों को सेना नहीं था। ഇതിനകത്തൊരു രഹസ്യമുണ്ട്. इसमें एक रहस्य है। ഈ ഇസ്രായേൽ എപ്പോഴും യുദ്ധം ചെയ്യുന്ന എവിടെയാണെന്ന് അറിയാമോ? इसराइल हमेशा युद्ध कहाँ करते പർവ്വതത്തിന് हैं? മുകളിലാണ്. पहाड़ के ऊपर। അവിടെ കുതിരപ്പട്ടാളം ചലിക്കത്തില്ല. वहाँ जो है घोड़े से അവിടെ विजय करते हैं। കാലാളാണ് വിജയിച്ച് നിൽക്കുന്നത്. वहाँ जो चलने वाले विजय होता ഈ है। ശത്രുവിന്റെ കയ്യിൽ കുതിരപ്പട്ടാളമാണ്. और शत्रु के हाथ में क्या घोड़ों के साथ रथ है। പർവ്വതത്തിന് മുകളിൽ ഓടത്തില്ല. घोड़ा और रथ पहाड़ के ऊपर नहीं चलेगा। ശത്രുവിന്റെ ആയുധങ്ങൾ അവിടെ ഫലിക്കത്തുള്ളൂ. शत्रु का हथियार वहाँ ही काम അതുകൊണ്ട് करेगा। ശത്രു പറയുക, शत्रु कहता ഇവർ है താഴ്വരയിൽ ഇറങ്ങി വരട്ടെ, ये तराई में उतर आने दे। ഞങ്ങളുടെ കുതിരയുടെ ശക്തി കാണിക്കാം, हमारे घोड़े का शक्ति ഞങ്ങളുടെ बताएगा, രഥത്തിന്റെ ശക്തി കാണിക്കാം. हमारा रथ का शक्ति बताएगा। പക്ഷേ ഇവരറിയുന്നില്ല, लेकिन ये पता नहीं है। ഫറവോന്റെ കുതിരയും രഥങ്ങളെയും മുക്കിക്കളഞ്ഞവനാണ് आमीन। സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെന്ന്. लेकिन ये नहीं जानता है कि फरोन का सेना और उसके घोड़े और रथों को डुबाने वाला है यहोवा परमेश्वर। ഇവരുടെ സ്ട്രാറ്റജി വളരെ കറക്റ്റ് ആയിരുന്നു ये കേട്ടോ. स्ट्रैटेजी एकदम सही था, പക്ഷേ ഇവരുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. लेकिन इनका कैलकुलेशन बिगड़ गया। എന്തുകൊണ്ട്? क्यों? 28 വാക്യം, ഒരു ദൈവപുരുഷൻ അടുത്തു വന്നു. ആ വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവിനോട് ആ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു. യഹോവ പർവ്വത ദേവനാകുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറയുകൊണ്ട് എന്ന് അരാമ്യർ പറയുന്നത് സ്വർഗ്ഗം കേട്ടെന്ന്. ഞാൻ ഈ ഒരു മഹാസംഘത്തെ മിനിറ്റ്, നിന്നെ എവിടെ കൊണ്ട് തകർത്ത് കളയാമെന്ന് ശത്രു പദ്ധതി ഒരുക്കുന്നത് സ്വർഗം കേട്ടിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂത് വെളിപ്പെടുകയാണ് കേട്ടോ. कि तुझे कहां लेके जाके नाश करने बोल के शत्रु की जो योजना को स्वर्ग से सुन के स्वर्ग यहाँ भेजा है। സ്വർഗത്തിൽ നിന്ന് ഒരു ദൂത് വെളിപ്പെടുകയാണ്. स्वर्ग से एक वाणी प्रकट हो रहा है। ആത്മമണ്ഡലത്തെ ക്ലിയർ ആക്കി ദാനിയേലിന്റെ അടുക്കൽ ഗബ്രിയേൽ ഇറങ്ങി വന്നതുപോലെ, आत्ममंडल को क्लियर करके दानियल के पास गब्रिएल जैसे उतर आया। സ്വർഗത്തിൽ യുദ്ധം ചെയ്ത് ഇറങ്ങി വന്നതുപോലെ स्वर्ग में युद्ध करके उतर ഈ आया। പകൽക്കാലം സ്വർഗമണ്ഡലം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക. आज स्वर्ग मंडल क्लियर हो रहा ഈ है। പകൽക്കാലം സ്വർഗമണ്ഡലം ക്ലിയർ आज ആയിക്കൊണ്ടിരിക്കുക. स्वर्ग मंडल क्लियर हो रहा है। എഴുന്നേറ്റ് നിന്നാട്ടെ. हर एक जन खड़े हो जाइए। ഹല്ലേലൂയ. ശത്രു പറഞ്ഞു, शत्रु ने कहा പർവ്വതമാ അവന്റെ സ്ട്രോങ് ഹോൾഡ്, कि पहाड़ है उसका गढ़, താഴ്വരയാ എന്റെ സ്ട്രോങ് और ഹോൾഡ്. तराई शत्रु का गढ़ है। അവന്റെ സ്ട്രോങ് ഹോൾഡിൽ നിന്ന് അവനെ എന്റെ സ്ട്രോങ് ഹോൾഡിൽ കൊണ്ടുവന്ന് നശിപ്പിക്കാമെന്ന്. वो शत्रु कहते हैं उसके गढ़ से हमारे गढ़ में लेके आके उसे नाश करेंगे। പക്ഷെ ദൈവം പറഞ്ഞു, लेकिन परमेश्वर ने ഞാനിത് कहा തെളിയിക്കാൻ പോകുകയാണ്. मैं ये साबित ഞാൻ करने वाला പർവ്വത हूं। ദേവൻ മാത്രമല്ല, मैं केवल पहाड़ का परमेश्वर नहीं हूं। ഭൂമിശാസ്ത്രത്തിന്റെ ലിമിറ്റിൽ ഒതുങ്ങുന്ന ഒരു ദൈവമല്ല ഞാൻ. पृथ्वी के कोई भी सीमा में सीमित होने वाला परमेश्वर नहीं है। ഭൂമിശാസ്ത്രത്തിന്റെ ലിമിറ്റിൽ ഒതുങ്ങുന്ന ഒരു ദൈവമല്ല ഞാൻ. पृथ्वी की कोई भी बातों में सीमित होने वाला ഒരു परमेश्वर नहीं है। ടെറിട്ടറി വിട്ടാൽ പവർ നഷ്ടപ്പെടുന്ന ഒരു ദൈവമല്ല ഞാൻ. एक सीमा छोड़ने पे कमजोर होने वाला परमेश्वर नहीं है। താഴ്വരയിലും ജയിക്കുന്നവനാണെന്ന് തെളിയിക്കാൻ പോകുകയാണ്. मैं तराई में भी जीत होने वाला साबित करने वाला എന്റെ ദൈവമക്കളെ, मेरे परमेश्वर के നിങ്ങളിൽ बच्चों, ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ വാലീസ് താഴ്വരയിലൂടെ പോകുന്നുണ്ടെങ്കിൽ क्या आप में से कोई भी जो जीवन का तराई से गुजर रहे हैं, വിളിച്ചു പറഞ്ഞാട്ടെ, आप पुकार के मुंह खोल के बोलो, കർത്താവ് തെളിയിക്കാൻ പോകുകയാ. എന്റെ കർത്താവ് തെളിയിക്കാൻ പോകുകയാ. मेरा परमेश्वर साबित करने എന്റെ वाला है। കർത്താവിന്റെ വാലീസ് ഓഫ് ലൈഫിൽ അവൻ ജയം നൽകാൻ പോകുകയാ. मेरा परमेश्वर मेरे तराई में जय देने वाला है। ഹർഷകമാന. ശത്രു വെയിറ്റ് ചെയ്തത് शत्रु ने इंतजार നീ किया അവന്റെ സ്ട്രോങ് ഹോൾഡിൽ ചെല്ലാനാ. तू उसके गढ़ में जाने के लिए, ദൈവമക്കൾ വെയിറ്റ് ചെയ്തത് और परमेश्वर के बच्चे ജോഷുവ इंतजार किया। 7 ദിവസം വെയിറ്റ് ചെയ്തതുപോലെ जोशुआ 7 दिन इंतजार किया उस प्रकार। ആത്മമണ്ഡലം ഒന്ന് ക്ലിയർ ആകാനാ. आत्ममंडल क्लियर होने ഒരു का। ദൈവപുരുഷൻ ഇറങ്ങി വന്ന് പറയാനാ. एक परमेश्वर का पुत्र उतर आके ഒരു कहने के लिए, ദൂത് കിട്ടാനാ. एक वाणी सुनने ഒരു के लिए, നിയോഗം കിട്ടാനാ. एक आगमन मिलने के लिए, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാനാ. पवित्र आत्मा की आवाज सुनने के लिए, മശകമനരകതൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് पवित्र आत्मा का आवाज सुन के 2023 2023 में നീയും ഞാനും താഴ്വരകളിലേക്ക് ഇറങ്ങുമ്പോൾ हम और तुम जब तराई में उतरेंगे, അസാധാരണ ദൈവിക വിടുതൽ നമ്മൾ കാണാൻ പോകുകയാ. असाधारण परमेश्वर का कार्य को हम देखेंगे। കരങ്ങളെ ശക്തമായി അടിച്ചട്ടെ. हाथ ताली बजा के, കോയറിന്റെ കൂടെ ജോയിൻ ചെയ്താട്ടെ. और क्या कहता है, എന്നിട്ട് എന്ത് സംഭവിച്ചു? और क्या हुआ? അടുത്ത വാക്യങ്ങളിൽ പറയുന്നു, अगले आयत में कहता 7-ാം है ദിവസം ഏറ്റുമുട്ടലുണ്ടായി. 7वां दिन युद्ध हुआ। എന്നിട്ട് ആ ദിവസം എന്താ और സംഭവിച്ചത്? उस दिन क्या हुआ? ഹല്ലേലൂയ. അവരുടെ നേരെ 7 ദിവസം പാളയിറങ്ങി 7-ാം ദിവസം പടയുണ്ടായി. ഇസ്രായേലിയർ അരാമ്യരിൽ 100,000 കാലാളുകളെ ഒരു ദിവസം തന്നെ കൊന്നു. ഒറ്റ ദിവസം 100,000 വീണുപോയി. एक दिन में 1 लाख लोगों को मार गिराया। എവിടെയാ വീണത്? कहाँ गिरा? താഴ്വരയിൽ.
तराई में, आमीन, താഴ്വരയിൽ तराई में, പരാജയപ്പെട്ടെന്ന് നിനക്ക് തോന്നിയ താഴ്വരയിൽ, कि जहाँ पराजित हुआ सोचा तेरे लिए जो तराई था, പ്രാർത്ഥന കുറഞ്ഞെന്ന് നിനക്ക് തോന്നിയ താഴ്വരയിൽ, जहाँ प्रार्थना कम हुआ सोचा तेरे तराई में, ഹോളിനെസ് കുറഞ്ഞെന്ന് നിനക്ക് തോന്നിയ താഴ്വരയിൽ, पवित्रता कम हुआ करके तुझे കുറ്റബോധത്തോടെ നീ ജീവിക്കുന്ന നിന്റെ താഴ്വരയിൽ, कि पश्चाताप के साथ പക്ഷേ जीवन യഹോവ तेरे നിനക്ക് तराई വേണ്ടി में, യുദ്ധം ചെയ്യാൻ പോകുകയാ. कि यहोवा तेरे लिए युद्ध करेगा, നിന്റെ കൈകൊണ്ടല്ല, तेरे हाथों से नहीं, അൽക്കമാശകവന ശത്രുവിന്റെ സൈന്യം വീഴാൻ പോകുകയാ. शत्रु का सेना गिर गया, ശത്രുവിന്റെ സൈന്യം വീഴാൻ പോകുകയാ. शत्रु का सेना गिर गया, ശത്രുവിന്റെ സൈന്യം വീഴാൻ പോകുകയാ. भूगोल के बोलो शत्रु का सेना गिरा, എന്നിട്ട് എന്ത് സംഭവിച്ചു? और क्या हुआ, എന്നിട്ട് എന്ത് സംഭവിച്ചു? और क्या हुआ, ബാക്കിയുള്ള അരാമ്യർ ഓടിപ്പോയി. और बाकी के हरामी लोग जो भाग गए. 30 വാക്യം പറയുന്നു, और 30 आयत कहता है, ശേഷിച്ചിരുന്നവർ और जो बचे हुए थे അഫേക്ക് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഓടിപ്പോയി. अफेक बोल के शहर में भाग गए. അവർ ഓടിപ്പോയപ്പോൾ वो जब भाग गए, ഹല്ലേലൂയ, ശേഷിച്ചിരുന്ന 27,000 പേരുടെ മേൽ जो बचे हुए 27,000 लोगों के ऊपर പട്ടണ മതിൽ വീണു. ഹല്ലേലൂയ. शहर के फाटक गिरे. ശേഷിച്ചിരുന്ന 27,000 പേരുടെ മേൽ പട്ടണ മതിൽ വീണു. और जो बचे 27,000 पे जो മതിൽ शहर എങ്ങനെ का जो വീണത്? दीवार गिरा. മതിൽ എങ്ങനെ വീണത്? दीवार कैसा गिरा? 7 ദിവസം ജോഷുവ ചുറ്റിയപ്പോൾ जब 7 दिन जोशुआ ने മതിൽ വീണത്. दीवार गिरा. 7 ദിവസം പർവ്വതത്തിന് മുകളിൽ 7 दिन पहाड़ ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ परमेश्वर की അഫേക്കിന്റെ പട്ടണ മതിൽ ശത്രുവിന്റെ മേൽ വീണെന്ന്. तो अफेक का जो शहर का जो दीवार शत्रु के ऊपर गिरा, വീണെന്ന്. शत्रु के ऊपर ഈ गिरा. 7 ദിവസത്തിന്റെ അവസാന ദിവസം പരിശുദ്ധാത്മ പറയുക, ये 7 दिन के अंतिम दिन पवित्र आत्मा ചില कहता है, മതിൽ യേശുവിന്റെ നാമത്തിൽ വീഴാൻ പോകുക. कुछ दीवार यीशु के नाम से गिरे, ചില മതിൽ വീഴാൻ പോകുക. कुछ दीवार गिरे. പ്രാർത്ഥനയുടെ 7ാം ദിവസം प्रार्थना का 7वां दिन, പിശാച് കെട്ടിയ ചില മതിൽ, शैतान ने बांधा हुआ दीवार, ആത്മാക്കളെ തടയുന്ന മതിൽ, आत्मा को रोकने वाला दीवार, സഭയിലേക്ക് ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കൾ വരാതെ തടയുന്ന മതിലുകൾ, जो कलीसिया में आत्मा को रोकने वाला दीवार, വാഗ്ദത്തത്തിലേക്ക് നീ കയറാതെ തടയുന്ന മതിൽ, तेरे वादों को तुझे ना छोड़ते हुए रोकने वाला दीवार, तेरे वायदों में तू प्रवेश करने से रोकने वाला दीवार, നിന്റെ വാഗ്ദത്തത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി നിർത്തുന്ന ആ മതില്, कलीसिया में लोग आने से रोकने वाला दीवार, സഭയിൽ ആൾക്കാരെ നിർത്താൻ तेरे കൊണ്ടുവരുന്ന प्रार्थना के बीच में गिरने वाला है. നിന്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അത് വീഴും. सिर्फ यरीहो का दीवार नहीं है, യെരിഹോയുടെ ദീവാർ മാത്രമല്ല, सिर्फ यरीहो का दीवार नहीं है, യെരിഹോയുടെ മതിൽ മാത്രമല്ല, प्रार्थना करने वाले परमेश्वर के बच्चों के सामने പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുന്നിൽ आफेक की दीवार गिरा, ആഫന്റെ മതിൽ വീണു, आफेक में भी दीवार गिरा. ആഫെക്കിലും മതിൽ വീണു. हल्का शगा बना. थियोलॉजियंस इसके बारे में क्या कहते हैं मालूम है? തിയോളജിയൻസ് ഇതിനെ കുറിച്ച് എന്തോ പറയുന്നത്? They give that opinion. അവർക്ക് ഒപ്പീനിയൻ For that question, why they waited for 7 days? എന്തുകൊണ്ട് അവർ 7 ദിവസം വെയിറ്റ് ചെയ്തു? ये लोग 7 दिन क्यों रुका? ഇവർ 7 ദിവസം എന്തിനു വെയിറ്റ് ചെയ്തു? Theologians क्या कहते हैं मालूम है? തിയോളജിയൻ എന്തോ പറയുന്നത്? They learned the lesson from Joshua. Hallelujah. അവർ ജോഷുവയിൽ നിന്ന് ഇത് പഠിച്ചത്. जोशुआ से सीखा एक बात है. Hallelujah. ജോഷുവ പഠിച്ചൊരു കാര്യമുണ്ട്. युद्ध परमेश्वर करने वाला है. അത് യുദ്ധം ദൈവം ചെയ്യാൻ युद्ध परमेश्वर करने वाला है. हमें आत्ममंडली में युद्ध करना है. നമുക്ക് ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യേണ്ടത്. अच्छा, इसलिए 7 दिन लोग रुका. അതുകൊണ്ട് 7 ദിവസം നിന്നു. ये बहुत बड़ा एक सिंबोलिज्म है ये युद्ध. ഇത് ഒത്തിരി സിംബോളിസമാ. कौन सा सिंबोलिज्म है मालूम है? ഏത് സിംബോളിസമാ? दुनिया का आखिरी युद्ध है. ലോകത്തിലെ അവസാന യുദ്ധം. उसको आर्मगदोन युद्ध कहते हैं. उसको आर्मगदोन युद्ध എന്ന് പറയും. हालेलुया. शैतान का सेना और लूसीफर का सेना और यीशु का सेना का बीच में होने वाला युद्ध. कि ലൂസിഫറിന്റെ സേനയും യേശുവിന്റെ സേനയുമായിട്ടുള്ള യുദ്ധം. आपको मालूम है? നിങ്ങൾക്ക് അറിയാമോ? यीशु का दोबारा आगमन यीशु बादल में आने के बाद में യേശു മേഘത്തിൽ വന്നു കഴിഞ്ഞിട്ട് कलीसिया को लेके जाएगा. സഭയെ കൊണ്ടുപോകും. फिर 7 साल यीशु विरुद्ध राज करेगा. പിന്നെ 7 വർഷം യേശു ആയിരിക്കും. 7 दिन का मतलब क्या है? 7 ദിവസം എന്തുവാ? Prophetic meaning 7 years. 7 വർഷം. बादलों में आके यीशु कलीसिया को कहां लेके जाएगा? आकाश का पहाड़ में लेके जाएगा. ആകാശത്തിന്റെ പർവ്വതത്തിൽ കൊണ്ടുപോകും. 7 साल यीशु विरुद्ध इधर राज कर रहे हैं. और 7 വർഷം യേശു രാജ്യം ചെയ്യും. मतलब 7 दिन समझ लो. 7 ദിവസം വിചാരിച്ചോ? यीशु विरुद्ध राज कर रहे हैं 7 साल. യേശു വിരോധി 7 साल അവർ രാജ്യം ചെയ്യും. एंटी क्राइस्ट. ആന്റി ക്രൈസ്റ്റ്. हालेलुया. उस समय में एंटी क्राइस्ट का सोच क्या है मालूम है? അപ്പൊ ആന്റി ക്രൈസ്റ്റ് എന്ന് ചിന്തിക്കുന്നത് यीशु और सेना मध्याकाश में है. യേശു സേന മധ്യാകാശത്തിലുണ്ട്. अभी तक उतरा या नहीं? ഇതുവരെ ഇറങ്ങി വന്നില്ല. उधर आके क्यों रुक रहे? അവിടെ വന്ന് എന്തിനാ നിൽക്കുന്നത്? कलीसिया को उनका साथ में लिया.
സഭ അതിന്റെ കൂടെ എടുത്തിട്ടുണ്ട്. क्यों युद्ध करने के लिए नहीं आ रहे हो? എന്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ വരുന്നില്ല? एंटीक्राइस्ट का सोच इसे, ആന്റിക്രൈസ്റ്റ് ചിന്തിക്കും एंटीक्राइस्ट तैयार हो रहे हैं उस सेना से लड़ने के लिए 7 साल, कि 7 साल അത് യുദ്ധം ചെയ്യാൻ അവർ തയ്യാറാവുക. लेकिन on the 7th year 7ാം വർഷം he will come down അവൻ താഴെ ഇറങ്ങി വരും. on the Mount of Olive, ഒലിവ് and he will പർവ്വതത്തിൽ fight against this army of Antichrist. അവൻ അന്തിക്രിസ്തുവിന്റെ സേനയോട് യുദ്ധം ചെയ്യും. बहुत बड़ा युद्ध होने वाला है. വലിയൊരു യുദ്ധം നടക്കും. ये बहुत बड़ा सिंबोलिज्म है एक्चुअली, ये जो फर्स्ट किंग चैप्टर 20 का युद्ध. ഇത് വലിയൊരു हालेलुया. സിംബോളിസമാണ്. God is going to prove that. ദൈവം സ്ഥാപിച്ച് ചെയ്യും. Hallelujah. He is not a God of mountain. അവൻ He is a God of valleys also. ആ മലകളുടെ ദൈവം That's മാത്രമല്ല, why we can തരായുടെ say ദൈവമാണ്. there is no one like Jesus. इसके हम कहते हैं यीशु के There समान is कोई no नहीं one है. like Jesus. यीशु के समान कोई यीशु नहीं है. जैसा कोई नहीं है. कुछ लोग चिल्ला के कहो ना, നമുക്ക് यीशु जैसा कोई नहीं है. യേശുവിനെ പോലെ ആരുമില്ല. वो सिर्फ पहाड़ का परमेश्वर नहीं है, അത് അവൻ പർവ്വതത്തിലെ ദൈവം മാത്രമല്ല, तराई का भी परमेश्वर है. आमेन हालेलुया അവൻ താഴ്വരയുടെ सब ദൈവമാണ്. तालियां बजाकर हाँ आराधना करेगा हम. हे प्रभु देवताओं में तेरे समान है कौन, स्वर्ग में हो या धरती पर तेरे समान है कौन. हे प्रभु देवताओं में तेरे समान है कौन, स्वर्ग में हो या धरती पर तेरे समान. सब मिलकर कहेंगे यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं. स्वर्ग में हो या धरती पर तेरे समान है कौन. ओ स्वर्ग में हो या धरती पर तेरे समान. यीशु जैसा कोई नहीं, कहीं भी नहीं. यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं. स्वर्ग में हो या धरती पर तेरे समान है कौन. स्वर्ग में हो या धरती पर तेरे समान है कौन. दूतों के भोजन से अपने लोगों को तृप्त किया, दूतों के भोजन से अपने लोगों को तृप्त किया. तेरे जैसा है न कोई जो प्रेम करे अपने लोगों से. तेरे जैसा है न कोई जो प्रेम करे अपने लोगों से. यीशु जैसा कोई नहीं, मेरे यीशु जैसा कोई नहीं. इस पूरे संसार में, सारे पृथ्वी के बीच में, अधलोक के नीचे केवल एक ही नाम है जो आराधना के योग्य है. स्वर्ग में हो या धरती पर तेरे समान है कौन. स्वर्ग में हो या धरती पर तेरे समान है कौन. पाप का दाग मिटाने बहाया पावन लहू, पाप का दाग मिटाने बहाया पावन लहू. तेरे जैसा है न कोई जो बलिदान हुआ, तेरे जैसा है न कोई जो बलिदान हुआ. यीशु जैसा कोई नहीं, मिलकर कहेंगे यीशु जैसा कोई नहीं, मेरे यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं. स्वर्ग में हो या धरती पर तेरे समान है कौन. स्वर्ग में हो या धरती पर तेरे समान है कौन. मृत्यु का बंध खोला, पाताल के फाटक को जीता. मृत्यु का बंधन खोला, पाताल के फाटक
को जीता, तेरे जैसा है न कोई। मृत्युंजय जो हुआ, तेरे जैसा है न कोई। मृत्युंजय जो हुआ, सब मिलकर यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, कहीं भी नहीं। स्वर्ग में हो या धरती पर, मेरा यीशु जैसा और कोई भी नहीं है। ओ स्वर्ग में हो या धरती पर, तेरे समान यीशु जैसा, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं। यस लॉर्ड, यीशु जैसा कोई नहीं। स्वर्ग में हो या धरती पर, तेरे समान है कौन। स्वर्ग में हो या धरती पर, तेरे समान है कौन। यीशु परानु मिला, यीशु परानु मिला, यीशु परानु मिला, यीशु परानु मिला। സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. യേശു ജैसा कोई नहीं, യേശു जैसा कोई नहीं, कहीं भी नहीं। യേശു जैसा कोई नहीं, യേശु जैसा कोई नहीं। स्वर्ग में हो या धरती पर, तेरे समान है कौन। स्वर्ग में हो या धरती पर, तेरे समान है। इसलिए हम कहेंगे यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, कहीं नहीं। यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं। ओ स्वर्ग में हो या धरती पर, तेरे समान है कौन। सारे संसार में, सारे आकाश के नीचे केवल एक ही नाम है जो राज करता है, वो यीशु का नाम है। यीशु में पोलारू मिला, यीशु में पोलारू मिला, ओ यीशु में पोलारू मिला, यीशु में पोलारू मिला. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, ഓ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. स्वर्ग में हो या धरती पर, तेरे तुल्यनाय. स्वर्ग में हो या धरती पर, तेरे समान है कौन. आमीन. यीशु का जैसा कोई नहीं है. यीशु ने बोला आमीन. पहाड़ के ऊपर और तराइयों में यीशु जैसा कोई नहीं. ആമേൻ. ഹല്ലേലൂയ. മലയ്ക്ക് മേളിലും താഴ്വരയിലും യേശുവിനെ പോലെ ആരുമില്ല. पहाड़ों में हो, പർവ്വതത്തിലാണോ അതോ താഴ്വരയിലാണോ, യേശുവിനെ പോലെ ആരുമില്ല. हालेलुया. एक क्षण प्रार्थना कर दीजिए. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. इस 2023 का वर्ष में ഈ 2023 whatever വർഷത്തിൽ your situation may be, आपकी अवस्था कुछ भी हो, you may be
on the top of that hallelujah mountain. आप हो सकते उस पर्वत के ऊपर हो You may be having that mountain top experience in your spirituality. हो सकता है आपका आत्मिक जीवन में पहाड़ के Or ऊपर का अनुभव you हो may be going through that valleys of your life. या हो सकता है आपके जीवन के तराई में आप चल रहे हो But Jesus is with you. आमीन आमीन लेकिन पर यीशु मसीह आपके साथ है Whatever, wherever, hallelujah. जो भी हो, कुछ भी हो, कहाँ भी हो आप, प्रभु आपका संग में रहेगा. എവിടായാലും ഏത് അവസ്ഥയിലും ഏത് മണ്ഡലത്തിൽ നമ്മൾ ആയാലും യേശു നമ്മുടെ കൂടെ ഉണ്ട് Hallelujah. दीवारों गिरेगा. മതിലുകൾ വീഴും आत्मावों hallelujah आजाद होने वाला है. ആമേൻ ആത്മാക്കൾ പിടിക്കപ്പെടും जैसे बर्लिन वॉल गिरा. Berlin Wall. There was a wall called Berlin Wall. Berlin Wall. ബർലിംഗ് ബോൾ എന്ന് പറഞ്ഞ വീണു क्या हो गया मालूम है? जर्मनी को दो भाग बनाते था. ജർമ്മനി രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് Berlin ചെയ്തു Wall गिरा. ആ മതിൽ വീണു दोनों साइड से लोग आके हक किया, हाथ मिलाया. हालेलुया. The wall is broken. ആമേൻ. രണ്ട് സൈഡിൽ ആൾക്കാർ വന്നു കൈ കൊടുത്തു ആലിംഗനം ചെയ്തു ആ മതിൽ താഴെ വീണു शैतान क्या करते हैं मालूम है? डिवीजन का वॉल बनाते हैं. ശത്രു ഡിവിഷന്റെ लेकिन आराधना के बीच में वॉल गिरेगा. പക്ഷെ ആരാധനയുടെ മണ്ടയ്ക്ക് ആ മതിൽ വീഴും हालेलुया. बहुत बड़ा यूनिटी, बहुत बड़ा हार्मनी, बहुत बड़ा आनंद उधर उत्पन्न होने वाला है. ഒത്തിരി സന്തോഷം ഒത്തിരി ഐക്യത ഒത്തിരി സമാധാനം അവിടെ വെളിപ്പെടും अपना 7वां दिन में दीवार गिरा है. നമ്മുടെ 7ാം ദിവസം ആ മതിലുകൾ വീണു साथ इस दिनों में हम देखेगा. അത് മുന്നോട്ടുള്ള ദിവസം നമ്മൾ वो കാണും हमें आशीषित करेगा. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു हालेलुया. हालेलुया. प्रभोजन का सभागार में हम प्रवेश करेंगे. തിരുവനന്തപുരം